തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ തിരുവചനമാക്കി തീർക്കണേ എന്നെയും. ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷ പഠനത്തിന്റെ 3-ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുക 11-ാമത്തെ അധ്യായം മുതൽ പ്രബോധന സമാഹാരങ്ങൾക്ക് പുറമേയുള്ള വിവരണ ഭാഗങ്ങളാണ്. പ്രബോധന സമാഹാരങ്ങൾ നമ്മൾ കണ്ടു. 5, 6, 7 അധ്യായങ്ങൾ ഗിരിപ്രഭാഷണം, 10-ാമത്തെ അധ്യായത്തിലെ പ്രേഷിത പ്രബോധനം, 13-ാമത്തെ അധ്യായത്തിൽ ഉപമ പ്രബോധനം, 18-ാമത്തെ അധ്യായത്തിൽ സഭാത്മ പ്രബോധനം, 24, 25 അധ്യായങ്ങളിലെ യുഗാന്തോന്മുഖ അല്ലെങ്കിൽ യുഗാന്ത്യ പ്രബോധനം. ഈ അധ്യായങ്ങൾക്ക് പുറമേയുള്ള 11-ാമത്തെ അധ്യായം മുതലുള്ള വിവരണ ഭാഗങ്ങളാണ് നമ്മളിന്ന് പഠിക്കുക. നിങ്ങൾ ഇതിനു മുമ്പ് ബൈബിൾ ക്ലാസ്സുകൾ എവിടെയെങ്കിലും പങ്കെടുത്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ചില പുതിയ കാര്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ തീർത്തും പുതുതായിട്ട് നിങ്ങൾക്ക് തോന്നാം. കാര്യം ഇതാണ്, ഈ 11 മുതലുള്ള അധ്യായങ്ങളിൽ ഇതുവരെ അനുവർത്തിച്ചു പോകുന്ന സുവിശേഷത്തിന്റെ ഒരു സ്വഭാവമല്ല നമ്മൾ കാണുക. 10-ാം അധ്യായം അവസാനം വരെ സുവിശേഷം വളരെ ശാന്തമായിട്ട് ഒഴുകുക. 11-ാമത്തെ അധ്യായം മുതൽ നമ്മൾ കാണുക യേശു തന്റെ എതിരാളികളോട് നിരന്തരമായിട്ട് ഏറ്റുമുട്ടുകയും അവരുമായിട്ട് തർക്കിക്കുകയും അവരുടെ ചോദ്യങ്ങൾക്ക് സംശയം ഉത്തരം കൊടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ്. അതോടൊപ്പം തന്നെ ഈ ഓരോ ചോദ്യങ്ങളും സംശയങ്ങളും എതിർപ്പുകളും യേശുവിന് തന്നെ കുറിച്ച് തന്നെയുള്ള ഐഡന്റിറ്റി ബോധം അത് വെളിവാക്കാൻ കൂടി യേശു ഉപയോഗിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ പ്രതിയോഗികളുടെ എതിരാളികളുടെ ഏറ്റുമുട്ടലുകൾ സംശയങ്ങളെല്ലാം തന്നെ യേശു കൊടുക്കുന്ന മറുപടിക്കൊപ്പം യേശു താൻ ആരാണെന്ന് കൂടി വെളിപ്പെടുത്തുന്നുണ്ട്. നമ്മൾ പലപ്പോഴും സുവിശേഷം വായിച്ചു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കും ഈ അധ്യായങ്ങൾ പറയുന്ന കാര്യങ്ങൾ പരസ്പര ബന്ധം എന്താണ് എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശ്രദ്ധിച്ച് കേൾക്കണം. ഒരുപക്ഷെ നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും ഈ ക്ലാസ്സിനകത്ത് കടന്നു വരും. എന്താണ് വാസ്തവത്തിൽ ഈ 11 മുതൽ 23-ാമത്തെ അധ്യായത്തിന് അവസാനം വരെ സംഭവിക്കുക? നമുക്കറിയാം, യേശുവിന്റെ ജീവിതം ഒരു സാധാരണയായിട്ട് സമാധാനത്തിൽ കഴിഞ്ഞ ഒരു ജീവിതമല്ല നമ്മൾ ചിന്തിക്കുന്നത് പോലെ. 11-ാമത്തെ അധ്യായം നമ്മൾ കാണുക എക്സ്പ്ലിസിറ്റ് ആയിട്ട് പ്രകടമായിട്ട് യേശു തന്റെ കുരിശ് മരണത്തോട് അടുക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഇവിടെ മുതൽ യേശുവിന് എതിരാളികൾ നിരന്തരമായിട്ട് യേശുവിനെ മല്ലടിച്ച് അതാണ് കുരിശ് മരണത്തിൽ അവസാനിക്കുക. 2-ാമത്തെ അധ്യായം ജ്ഞാനികളുടെ സന്ദർശന സമയത്ത് ആ ഭാഗം നമ്മൾ കാര്യം വായിച്ചു കേൾക്കും. ശിശുവിനെ വധിക്കാനുള്ള ആ പദ്ധതി ആദ്യമായിട്ട് ഒരുങ്ങുന്നത് അവിടെയാണ്. ജ്ഞാനികൾ മറ്റൊരു വഴിക്ക് പോയി എന്ന് കേട്ടപ്പോൾ ഹെറോദേസ് ആ ശിശുവിനെ വധിക്കാൻ പദ്ധതിയിട്ടു. അവിടെ മുതൽ ആരംഭിക്കുന്ന യേശുവിനെ വധിക്കാനുള്ള പദ്ധതി ഇവിടെ മുതൽ പ്രകടമായിട്ട് ഒരുങ്ങുകയാണ്. അതുകൊണ്ട് ഓരോ ഘട്ടത്തിലും യേശു കൂടുതൽ കൂടെ ശക്തമായ എതിർപ്പുകൾ നേരിടുകയും യഹൂദ സമുദായത്തിലെ സാധാരണക്കാരൊഴികെ എല്ലാവരും തന്നെ യേശുവിന്റെ ശത്രുക്കളായിട്ട് തീരുകയും ചെയ്യുന്നുണ്ട്.
11-ാമത്തെ അധ്യായത്തിലും 12-ാമത്തെ അധ്യായത്തിലും നമ്മൾ കാണുക യേശുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച്, യേശു ആരാണെന്നുള്ളതിനെ കുറിച്ചുള്ള സംശയങ്ങൾ. അതിനുശേഷമാണ് 13-ാമത്തെ അധ്യായത്തിൽ ഉപമ പ്രബോധനത്തിൽ ദൈവരാജ്യത്തിന്റെ സവിശേഷതകളെ കുറിച്ച് പറഞ്ഞു വെക്കുക. ഇവിടെ 11-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് തന്നെ യേശുവിനെ തന്റെ ദൗത്യത്തിന് ഒരുക്കിയ ഈ ശാപയോഹന്റെ ശിഷ്യന്മാര് ഉന്നയിക്കുന്ന സംശയത്തോടെയാണ്. നമുക്കറിയാം 4-ാമത്തെ അധ്യായത്തിൽ യേശു തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത്, തന്റെ പ്രേക്ഷിത ദൗത്യം ആരംഭിക്കുന്നത് സ്നാപയോഹനാൻ ബന്ധനസ്ഥനായതിനു ശേഷമാണ്. സ്നാപക ബന്ധസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം ആരംഭിക്കുന്നത്. എന്ന് വെച്ചാൽ പരസ്യമായ യേശുവിന്റെ ശുശ്രൂഷ സമയത്ത് യോഹന്നാൻ ഒരിക്കലും കടന്നു വരുന്നില്ല. 11-ാമത്തെ അധ്യായത്തിൽ സ്നാപകന്റെ ശിഷ്യന്മാരാണ് യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിക്കുക, 3-ാമത്തെ വാചകം, വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ? എന്താണ് ചോദ്യത്തിന്റെ പശ്ചാത്തലം? ഇത് രണ്ട് വിധത്തിലാകാം. ഒന്നുകിൽ ഈ സംശയം ശിഷ്യന്മാർക്കുണ്ടാകുന്നതാകാം, സ്നാപകന്റെ ശിഷ്യർക്കുണ്ടാകുന്നതാകാം, അല്ലെങ്കിൽ സ്നാപകയോഹന്നാന്റെ സംശയമാകാം. കാരണം സ്നാപകയോഹന്നാനാണ് തന്റെ ശിഷ്യര് യേശുവിന്റെ അടുക്കലേക്ക് വിടുന്നത്. 2-ാമത്തെ വാചകം ശ്രദ്ധിക്കുക. ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കേട്ട ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് സ്നാപകയോഹന്നാൻ അവനോട് ചോദിച്ചു എന്നാണ്. ശിഷ്യന്മാരെ സ്വമേധയാ വരുന്നതല്ല. സ്നാപകന്റെ ശിഷ്യന്മാർ യേശുവിനെ കുറിച്ച് നിരന്തരമായിട്ട് സ്നാപകനോട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങളെ കുറിച്ച് കേട്ടപ്പോഴാണ് സ്നാപകന് സംശയം തോന്നിയിരിക്കുക, ഞാൻ ഈ ജനത്തിന് മുമ്പിൽ അവതരിപ്പിച്ച മെസ്സിയ ക്രിസ്തു ഇവൻ തന്നെയാണോ? ആ ചോദ്യമാണ് ശിഷ്യന്മാര് ഉന്നയിക്കുക. അതുകൊണ്ട് ഇത് സ്നാപകന്റെ ചോദ്യമാകാം, അല്ലെങ്കിൽ സ്നാപകനോട് സംശയം പ്രകടിപ്പിച്ച ശിഷ്യന്മാരുടെ ചോദ്യമാകാം. സ്നാപകന്റെ ശിഷ്യന്മാരോട് എന്തുമായിക്കൊള്ളട്ടെ, ഇതിന് യേശു കൊടുക്കുന്ന ഉത്തരമാണ് പ്രധാനം. അതെ എന്നോ അല്ല എന്നോ യേശു വ്യക്തമായിട്ട് പറയുന്നില്ല. മറിച്ച് ഞാൻ ചെയ്യുന്നതും നിങ്ങൾ കേൾക്കുന്നതും കാണുന്ന കാര്യങ്ങളെല്ലാം ചെന്ന് അവനെ അറിയിക്കുക. 4-ാമത്തെ വാചകം, നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി യോഹന്നാനെ അറിയിക്കുക. എന്നിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ പഴയ നിയമത്തില് മിശിഹ വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുക എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടോ, ആ അത്ഭുതങ്ങളൊക്കെയാണ് യേശു നിറവേറ്റുന്നത്. എന്ന് വെച്ചാൽ പഴയ നിയമത്തിലെ മെസ്സിയായെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം യേശു അനുവർത്തിക്കുന്നുണ്ട് എങ്കിൽ 8-9 അധ്യായങ്ങളിൽ ആദ്യത്താണ് വിവരിക്കുമ്പോൾ ആ കാര്യങ്ങളാണ് സ്നാപകനോട് ചെന്ന് പറയാൻ ആവശ്യപ്പെടുക. അവസാനം കൂട്ടിച്ചേർക്കും, എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ. ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ സ്നാപകൻ വളരെ ആത്മാർത്ഥമായിട്ടാണ് ചോദ്യം ഉന്നയിക്കുക, മറ്റെതിരാളികളെ പോലെയല്ല. ഇവിടെ ശിഷ്യന്മാര് തിരിച്ചു പോകും. പോയതിനു ശേഷം യേശു തൻ്റെ ചുറ്റും കൂടിയിരുന്നവരോട് സ്നാപകനെ കുറിച്ച് സംസാരിക്കുകയാണ്. പിന്നീട് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ എന്നെല്ലാം പറഞ്ഞതിന് ശേഷം യേശു പറയും, സ്വർഗരാജ്യത്തില് ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ് എന്ന് വെച്ചാൽ ക്രിസ്തു ശിഷ്യൻ സ്നാപകന്റെ സ്നാപകനേക്കാൾ തന്നെ വലിയവനാണെന്ന് അർത്ഥം. സ്നാപകൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, 3-ാമത്തെ അധ്യായത്തില്, 11-ാമത്തെ അധ്യായത്തില്, 14-ാമത്തെ അധ്യായത്തില്, 17-ാമത്തെ അധ്യായത്തില് ഇവിടേക്കാണ് പ്രത്യക്ഷപ്പെടുക. സ്നാപകൻ അവതരിപ്പിക്കുന്ന ലക്ഷ്യം നമ്മൾ പറഞ്ഞു, വരാനിരിക്കുന്ന ഏലിയയായിട്ടാണ് സ്നാപകൻ അവതരിപ്പിക്കുന്നത്. കാരണം ഏലിയ വന്നു കഴിയുമ്പോൾ പിന്നെ വരുന്ന വ്യക്തി മെസ്സേജാണ് എന്ന് ജനം തിരിച്ചറിയണം. അതിനുവേണ്ടിയാണ് 3-ാമത്തെ അധ്യായത്തിൽ ഏലിയയുടെ വസ്ത്രധാരണ രീതിയും ഭക്ഷണ രീതിയുമായിട്ട് സ്നാപകനെ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ സ്നാപകനെ കുറിച്ചെല്ലാം പറഞ്ഞതിന് ശേഷം യേശുവിൽ വിശ്വസിക്കാത്ത ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. യേശു അനുതപിക്കാത്ത നഗരങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ദുരിതങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 20-ാമത്തെ വാക്യം മുതൽ
പിന്നീട് നമ്മൾ കാണുക 25-ാമത്തെ വാക്യം മുതൽ കാണുക, യേശുവിന്റെ സെൽഫ് റെവലേഷൻ ആണ്, സ്വയം വെളിപ്പെടുത്തുന്ന യേശു. നമുക്കറിയാം യേശുവിന്റെ കാലത്ത് ഏറ്റവും ഉയർന്നിരുന്ന മെസ്സിയ ചിന്ത എന്ന് പറയുന്നത് രാഷ്ട്രീയ മെസ്സിയ ചിന്തയാണ്. ദ മെസ്സിയൻ എക്സ്പെക്ടേഷൻ അറ്റ് ദ ടൈം ഓഫ് ജീസസ് വാസ് നോട്ട് പൊളിറ്റിക്കൽ, രാഷ്ട്രീയമായിട്ടുള്ള രക്ഷകൻ. അതുകൊണ്ടാണ് ദാവീദിന്റെ പുത്രനുമായിട്ട് ബന്ധപ്പെടുത്തുക. പക്ഷെ മത്തായിയുടെ സുവിശേഷത്തിന് യേശു പറഞ്ഞു പോകുമ്പോൾ ഈ രാഷ്ട്രീയ മാനമല്ല യേശു രക്ഷാദൗത്യത്തിനുള്ളത്, മറിച്ച് ഏശയ്യായുടെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ഒരു സഫറിംഗ് സെർവന്റിന്റെ സഹനദാസന്റെ ചിത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട വാക്യം വീണ്ടും ആവർത്തിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എന്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവൻ. 11-ാമത്തെ അധ്യായം 28-29 വാക്യങ്ങൾ. യേശു തന്നെ രാഷ്ട്രീയ രാജാവായിട്ടല്ല, അധികാരിയായിട്ടല്ല പ്രസന്റ് ചെയ്യുന്നത്, മറിച്ച് വിനീതനായ ശാന്തനായ ഒരു വ്യക്തിയായിട്ടാണ്. ഇത് നമ്മൾ വീണ്ടും വരും അധ്യായങ്ങളിൽ കാണും. യേശു മറ്റ് അധ്യായങ്ങൾ ഇതുപോലെ തന്നെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. ഇനി 12-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ 2-ാമത്തെ ഗണം പരാതികളും എതിർപ്പുമാണ് നമ്മൾ കാണുക. അവിടെ യേശുവിനടുക്കൽ വരുന്നത് ഫരിസയരാണ്. 12-ാമത്തെ അധ്യായം 2-ാമത്തെ വാചകം. ഫരിസയരാണ് അടുത്തായിട്ട് യേശുവിനെ സമീപിക്കുക. ഇതിന്റെ പശ്ചാത്തലം എന്താണ്? ശിഷ്യന്മാര് യേശുവിന്റെ വയലിലൂടെ നടന്നു പോകുമ്പോൾ ശിഷ്യന്മാര് ധാന്യക്കതിരുകൾ പറിച്ച് തിന്നു. വയലിൽ നിന്ന് ധാന്യക്കതിരുകൾ പറിച്ച് തിന്നുക അതല്ല തെറ്റ് ചെയ്തത്, അത് അനുവദനീയമാണ്. പക്ഷെ അത് സാബത്ത് ദിവസം ചെയ്തു എന്നുള്ളതാണ് ശിഷ്യന്മാർ ചെയ്ത തെറ്റ്. അതാണ് ഫരിസയർ യേശുവിന്റെ അടുക്കൽ പരാതിപ്പെടുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, സാബത്തിനെ കുറിച്ച് 39 റബീനിക് നിയമങ്ങളുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ച്. അതുകൊണ്ട് എന്ത് ചെയ്താലും പരാതി പറയാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ശിഷ്യന്മാര് സാബത്ത് ലംഘിച്ചതായിട്ട് നമ്മൾ കാണുക. ഇവിടെ നമ്മൾ ആ പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് യേശു വളരെ വിവേകപൂർവം ആ ഒരു ആരോപണത്തിന്റെ മുനയൊടിക്കുന്നത് എന്ന്. യേശു ഒന്നിന് പിറകെ ഒന്നായിട്ട് കൗണ്ടർ ആർഗ്യുമെന്റ്സ് ഉന്നയിക്കുകയാണ്. 1-ാമത്തെ ആർഗ്യുമെന്റ് എന്താണെന്നറിയോ? ചരിത്രത്തിൽ നിന്നാണ്. 3-ാമത്തെ വാക്യം, ദാവീദ് അനുചരന്മാരും അവർക്ക് വിശന്നപ്പോൾ എന്താണ് ചെയ്തത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? വിശക്കുന്ന സമയത്ത് തിരുസാന്നിധ്യ അപ്പം പോലും എടുത്ത് ഭക്ഷിക്കുകയും മറ്റവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുകയും ചെയ്തു ദാവീദ്. അത് പുരോഹിതർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. പക്ഷേ ചരിത്രത്തില് അതൊരിക്കലും തെറ്റായിട്ട് തിന്മയായിട്ട് വ്യാഖ്യാനിച്ചിട്ടില്ല. അതുകൊണ്ടാണ് സുവിശേഷം കൃത്യമായിട്ട് പറഞ്ഞു വെക്കുക, വിശന്നപ്പോൾ എന്ന്. 2-ാമത്തെ ആർഗ്യുമെന്റ് എന്താണെന്നറിയോ? സാബത്ത് ദിവസം പുരോഹിതൻ ദേവാലയത്തിൽ ജോലി ചെയ്യുന്നു, പക്ഷെ നിയമലംഘനമായിട്ട് ആരും പറയാറില്ല. 3-ാമത്തെ ആർഗ്യുമെന്റ് എന്താണെന്നറിയോ? ഹോസിയായുടെ പുസ്തകം 6-ാമത്തെ അധ്യായം 6-ാം വാക്യം, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 2 പ്രാവശ്യം ഈ വാചകം മത്തായിയുടെ സുവിശേഷത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി 3-ാമത്തെ വാചകം 4-ാമത്തെ ആർഗ്യുമെന്റ് എന്താണെന്നറിയോ? മനുഷ്യപുത്രൻ സാബത്തിന്റെയും കർത്താവാണ്, അതിനാഥനാണ്. അതുകൊണ്ട് ഈ സാബത്തിന്റെ അതിനാഥൻ കർത്താവാണ്, മനുഷ്യപുത്രനാണ് എന്ന് പറയുമ്പോൾ അത് താൻ തന്നെയാണ് എന്ന് യേശു സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത അത്ഭുത വിവരണം പറയുക. കാരണം കൈ ശോഷിച്ച മനുഷ്യനോട് യേശു കൈനീട്ടി സൗഖ്യമാക്കാനായിട്ട് കൽപ്പിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ആ അത്ഭുതം സംഭവിക്കുന്നുണ്ട് ദൈവത്തിന്റെ പ്രവൃത്തിയായിട്ട്. കൈനീട്ടുക എന്നാണ് പറഞ്ഞു. അവൻ കൈനീട്ടി, ഉടനെ അത് സംഭവിച്ച് സൗഖ്യം പ്രാപിച്ച് മറ്റേ കൈ പോലെയായി. 4 ആർഗ്യുമെന്റ്സ് അവതരിപ്പിച്ചുകൊണ്ടാണ്
ഫരിസയരുടെ പരാതിക്കെതിരെ യേശു സംസാരിക്കുക. അവിടെ അവസാനത്തെ വാചകം ശ്രദ്ധിച്ചറിയാം. ഫരിസയർ അവിടെ നിന്ന് പോയി അവൻ നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചന നടത്തി. 2-ാമത്തെ അധ്യായത്തിൽ ആരംഭിച്ച യേശുവിനെ വധിക്കാനുള്ള പദ്ധതി സാവധാനം ഇങ്ങനെ അൺവെയിൽ ചെയ്തു പോകുന്നു, അനാവരണം ചെയ്തു പോകുന്നു. അവനെ വധിക്കേണ്ടത് എങ്ങനെയെന്ന് അവർ ആലോചിച്ചു തുടങ്ങി. ഇത് പറഞ്ഞതിന് ശേഷം വീണ്ടും യേശു തന്നെ കുറിച്ച് തന്നെ വെളിപ്പെടുത്തുകയാണ് കൂടുതലായിട്ട്. ഞാൻ വ്യാഖ്യാനിച്ചപ്പോൾ നിങ്ങൾ വായിച്ചാൽ മതി. ഈ 18-ാമത്തെ വാചകം മുതൽ, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ, അവൻ്റെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ അയക്കും. ഇതിനുശേഷം പറയും, അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല, തെരുവീഥികളിൽ അവൻ ശബ്ദമാരും കേൾക്കുകയില്ല, നീതി വിജയത്തിലേക്ക് എത്തിക്കുന്നത് വരെ അവൻ ചതഞ്ഞ് ഞാങ്ങണ ഓടിക്കുകയില്ല, പുകഞ്ഞ തിരി കെടുത്തുകയില്ല, അവന്റെ നാമത്തിൽ വിജാതിയെ പ്രത്യാശ വയ്ക്കും. യേശു തന്നെ കുറിച്ച് തന്നെ തന്നെയുള്ള ചിത്രം അവതരിപ്പിക്കുകയാണ്. ഇനി വീണ്ടും 3-ാമത്തെ പരാതി വരുന്നു 22-ാമത്തെ വാക്യം മുതൽ. എന്താണ് പരാതി? യേശു ഒരുവൻ സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ, അന്ധനും ഊമനുമായ ഒരു പിശാച് വന്ന് സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ ജനക്കൂട്ടത്തിനൊക്കെ സാധാരണ ജനങ്ങൾക്ക് അത്ഭുതമായി. അവർ ചോദിച്ചത് എന്താണെന്നറിയോ? ഇവനായിരിക്കുമോ ദാവീദിന്റെ പുത്രൻ എന്ന് വെച്ചാൽ ഇവനായിരിക്കുമോ രക്ഷകൻ? അപ്പോൾ വീണ്ടും ഫരിസയർ പറഞ്ഞു, ജനക്കൂട്ടത്തോട് പറഞ്ഞു, ഇവൻ പിശാചുക്കളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ട് തന്നെയാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. യേശുവിന്റെ നന്മ പ്രവൃത്തിയെ അവർ താറടിച്ച് കാണിക്കാൻ, വില കുറച്ച് കാണിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും ഫരിസയർ യേശു ചെയ്ത നല്ല കാര്യത്തിനെതിരെയും അവർക്ക് പരാതി. അവൻ ബേൽസെബൂലിനെ കൊണ്ടാണ്, പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് ഇത് ചെയ്തത്. യേശു ഇതേപോലെ തന്നെ വീണ്ടും ആ ഫരിസയരോട് എതിർ വാദങ്ങൾ ഉന്നയിക്കുകയാണ്. അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കിയ യേശു അവരോട് പറഞ്ഞു, അന്തഛിദ്രമുള്ള ഏത് രാജ്യവും നശിച്ചു പോകും, അന്തഛിദ്രമുള്ള നഗരമോ ഭവനം നിലനിൽക്കുകയില്ല. 2-ാമത്തെ ആർഗ്യുമെന്റ് എന്താണെന്നറിയോ? ഇനി ഞാൻ ബേൽസെബൂലിനെ കൊണ്ടാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ മതത്തിൽ ഒത്തിരി പേര് ചെയ്യുന്നുണ്ടല്ലോ ഇങ്ങനെ. അപ്പൊ അവർ ചെയ്യുന്നത് ആരെ കൊണ്ടാണ്, എന്തുകൊണ്ടാണ്? ഇനി 3-ാമത്തെ ആർഗ്യുമെന്റ് എന്താണെന്നറിയോ? ഒരു ഉപമാ രൂപത്തിലാണ്. ശക്തനായ ഒരുവന്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർ ചെയ്യാൻ ആദ്യം തന്നെ അവനെ ബന്ധിക്കാതെ സാധിക്കുമോ? എന്ന് വെച്ചാൽ പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മേലും അധികാരമുള്ളവനാണ് മനുഷ്യപുത്രൻ യേശു എന്ന് ചുരുക്കം. എന്നിട്ട് യേശു വളരെ മനോഹരമായ ഒരു വാചകം പറയും. 31-ാമത്തെ വാചകം, മനുഷ്യന്റെ എല്ലാ പാപവും ദൈവദൂഷണവും ക്ഷമിക്കപ്പെടും, എന്നാൽ ആത്മാവിനെതിരായ ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല. ദൈവാത്മാവിനെ കൊണ്ടാണ് യേശു ഈ സൗഖ്യ ശുശ്രൂഷ സാധ്യമാക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടാണ് യേശു ചെയ്യുന്നത്. പക്ഷേ സാധാരണ മനുഷ്യർക്കെതിരെ പറയപ്പെടുന്ന എല്ലാം ക്ഷമിക്കപ്പെടും. പക്ഷെ ദൈവാത്മാവിനെതിരായി പറയപ്പെടുന്ന തിന്മ, നുണകള്, കുറ്റങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല. ഞാൻ ഈ വാചകം ഒന്ന് വ്യാഖ്യാനിക്കുകയാണ്. നമ്മൾ വേദോപദേശം പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങൾ എന്ന്. അതെല്ലാം തന്നെ നമ്മൾ നിരാശയെന്നും സ്വർഗം ലഭിക്കില്ല എന്നുള്ള ചിന്തയെന്നും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തില് പരിശുദ്ധാത്മാവിനെതിരായ പാപം എന്താണ് വാസ്തവത്തില്? യോഹന്നാൻ 1-ാമത്തെ ലേഖനത്തില് മരണകാരണമായ പാപമുണ്ട്, മരണകാരണമല്ലാത്ത പാപമുണ്ട് എന്ന് പറയുന്നുണ്ട്. സുവിശേഷങ്ങൾ മുഴുവൻ പരിശോധിച്ചാല് നമ്മൾ ഗൗരവമായ തെറ്റെന്ന് കരുതുന്ന വ്യഭിചാരവും തട്ടിപ്പറയും പിടിച്ചു പറയും കള്ളത്തരവും ഒന്നുമല്ല. അതൊക്കെ യേശു ക്ഷമിക്കുന്നുണ്ട്. സഖ്യവസിനെ കുറിച്ച് പറഞ്ഞതും പിടിക്കപ്പെട്ട വ്യഭിചാരിയുടെ സംഭവമൊക്കെ നമുക്കറിയാം. യേശു എല്ലാവരോടും ക്ഷമിച്ചിട്ടുണ്ട്. പക്ഷെ യേശു ക്ഷമിക്കാതെ പോയത് ഒരേ ഒരു കൂട്ടരോട്, ഫരിസയരോട്. ഞാൻ കഴിഞ്ഞ ക്ലാസ് സൂചിപ്പിച്ചതുപോലെ ഉള്ളിൽ കാപട്യമുള്ള വ്യക്തികളോട്
യേശുവിന് ക്ഷമിക്കാൻ സാധിച്ചില്ല. അല്ലെ മറ്റൊരു വാക്യം പറഞ്ഞാൽ അവർക്ക് യേശുവിൻ്റെ ആ കൃപ ലഭിച്ചില്ല, യേശുവിൻ്റെ നിന്ന് ക്ഷമ ലഭിച്ചില്ല. ഇനിയും അപ്പസ്തല പ്രവർത്തനത്തിൽ പോയി നോക്കുക. പുതിയ നിയമത്തില് മുഴുവൻ പരിശോധിച്ചാല് ഒരേ ഒരു തെറ്റു മാത്രമാണ് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ക്യാപിറ്റൽ പണിഷ്മെന്റ് ഏറ്റുവാങ്ങിയിട്ടുള്ളൂ. അത് അപ്പസ്തല പ്രവർത്തനം 5-ാമത്തെ അധ്യായത്തില് അനനിയാസിന്റെയും സഫീറയുടെയും സംഭവമാണ്. നിങ്ങൾക്കറിയാം എന്തായിരുന്നു കാര്യം. സ്വന്തം സ്വത്ത് വിറ്റ് കിട്ടിയതിൽ ഒരു ഭാഗം മാറ്റിവെച്ചു. സാധാരണ ഏത് മനുഷ്യൻ ചെയ്യുന്ന വിവേകം എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഒരു സംഗതിയാണത്. സ്വന്തം ചെലവിന് കുറച്ച് പൈസ മാറ്റി വെക്കണ്ടേ എന്ന് ചിന്തിക്കുന്ന സാമാന്യ ബുദ്ധി എന്ന് നമ്മൾ വിളിക്കുന്ന മാനുഷികമായിട്ട് വിളിക്കുന്ന ഒരു കാര്യം. പക്ഷെ പത്രോസ് എന്താ പറയുന്നറിയോ? നിങ്ങൾ എന്നോടല്ല നുണ പറഞ്ഞത്, നിങ്ങൾ കർത്താവിന്റെ ആത്മാവിനോട് നുണ പറഞ്ഞത്. ഉടനെ തന്നെ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് ഏറ്റുവാങ്ങുന്നു. രണ്ടുപേരും മരിക്കുന്നു. ഇത്രയും ഗൗരവമുള്ളതാണ് ഈ ദൈവാത്മാവിനോട് പറയപ്പെടുന്ന ദൂഷണമെങ്കിൽ നമ്മൾ ഓർക്കണം, അത് നുണയാണ്. ഇതിന്റെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റിൽ ദൈവദൂഷണമാണ്, കാപട്യമാണ്. ദ അൺട്രൂത്ത്, ഹിപ്പോക്രസി, ലൈ എന്നൊക്കെ പറയുന്ന സാധനമാണ്. പലപ്പോഴും നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന ഒരു തിന്മയാണ് പരിശുദ്ധമായ പാപം എന്നതുകൊണ്ട് വേദപുസ്തകം ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞ് 33-ാമത്തെ വാക്യം മുതൽ ഈ കാപട്യത്തിന്റെ ഭാവങ്ങളെ കുറിച്ച് യേശു ഒന്നുകൂടി വ്യാഖ്യാനിക്കുന്നുണ്ട്. ദുഷ്ടരായിരിക്കെ നല്ല കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഫരിസേയത്വമാണ്, കാപട്യമാണ് ഈ വലിയ തിന്മ എന്ന് പറയുന്നത്. ഉള്ളിലൊന്നും പുറമെ മറ്റൊന്നും കാണിക്കുക. ഇനി അതിനുശേഷം വീണ്ടും ചില നിയമജ്ഞരും ഫരിസേയരും കൂടി അവന്റെ അടുക്കൽ വന്ന് പറയും, ഗുരു, നിന്നിൽ നിന്ന് ഞങ്ങളൊരു അടയാളം ആവശ്യപ്പെടുന്നു. ഞങ്ങൾക്കൊരു അടയാളം കാണിച്ചു തരാം, സ്വർഗത്തിൽ നിന്നൊരു അടയാളം. യേശു അവരോട് പറയുന്ന മറുപടി എന്താണെന്നറിയോ? ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു. നമ്മൾ ശരിക്കും ആഴത്തിലിരുന്ന് ചിന്തിച്ചു കൊണ്ട് നോക്കിയാല് നമ്മളൊക്കെ ചെയ്യുന്ന, യേശുവിനെ പരീക്ഷിക്കുന്ന ഒരു സംഗതി ഇങ്ങനെയാണ്. അത്ഭുതങ്ങളുടെ പിറകെ ഓടി നടക്കുന്നവര്, ഇനി ഞങ്ങൾക്ക് കൂടുതൽ കൂടുതൽ അത്ഭുതം കാണുമെന്ന് ആഗ്രഹിക്കുന്നവര്, സ്വന്തം മനുഷ്യ ശരീരത്തെയും ജീവനെയും ജീവിതത്തെയും ഓർത്താൽ ഇതിനേക്കാൾ വലിയ അത്ഭുതം എന്താണ് ദൈവം നമുക്ക് കിട്ടാനുള്ളത്? എന്നിട്ട് മനുഷ്യൻ ദൈവത്തിൽ വിശ്വസിക്കാൻ മറ്റ് അടയാളങ്ങളിൽ തേടി നടക്കുന്നു, അത്ഭുതങ്ങളിൽ തേടി നടക്കുന്നു. സ്വന്തം മനുഷ്യ ശരീരത്തെക്കുറിച്ച് മാത്രം ധ്യാനിച്ചാൽ നൂറ്റാണ്ടുകളിൽ ധ്യാനിക്കാനുള്ള, ദൈവത്തിൽ വിശ്വസിക്കാനുള്ള എല്ലാം ഉണ്ട്. അത്രയും അത്ഭുതമാണ് നമ്മുടെ ജീവനും നമ്മുടെ ശരീരവും എല്ലാം. അതുകൊണ്ട് ഈ ഫരിസേയ നിയമജ്ഞൻ യേശുവോട് ചോദിക്കുന്നത്, ഇനിയും ഒരു അടയാളം നിന്നിൽ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു പറയുക, ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു. ഒരു പക്ഷേ നമ്മളെ കുറിച്ചാണോ നമ്മൾ ചിന്തിച്ചു നോക്കുന്നത്? നല്ലതാണ്. ഇനി എന്താണ് ഈ യോനയുടെ അടയാളം? പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തില് 2 ഉത്തരമുണ്ട്. 42-ാമത്തെ വാചകം നോക്കിക്കഴിഞ്ഞാല്, അല്ലെ 40-ാമത്തെ വാചകം, 40 മുതലുള്ള വാചകങ്ങൾ, യേശുവിന്റെ ഉത്ഥാനമാണ് യോനയുടെ അടയാളം. 3 രാവും പകലും തിമ്മിക്കലത്തിനുള്ളിൽ കിടന്ന യോനായ്ക്ക് സദൃശനാണ് യേശു. 3 ദിവസം രാവും പകലും ഭൂമിക്കടിയിൽ കിടന്ന് ഉത്ഥാനം ചെയ്യുന്നതിന്റെ പ്രതീകം. 2-ാമത്തെ ഒരു ഉത്തരം, സുവിശേഷം അല്ലെ രക്ഷാകര സന്ദേശം വിജാതിയോട് പ്രഘോഷിക്കപ്പെടുന്നതാണ്. അതായത് യഹൂദരിൽ നിന്ന് രക്ഷ വിജാതിരിലേക്ക് നീങ്ങുന്നു. ഇതൊരു വാണിംഗ് ആയിട്ട്, മുന്നറിയിപ്പായിട്ടാണ് യേശു പറയുക. ഇത് 21-ാമത്തെ അധ്യായം വ്യക്തമായിട്ട് കാണാം. യഹൂദരെ തിരസ്കരിക്കുന്ന, വിജാതിയരോട് ആഭിമുഖ്യം കാണിക്കുന്ന ഒരു ചിന്ത. ഇത് തന്നെയാണ് 2-ാമത്തെ അധ്യായം നമ്മൾ പറഞ്ഞു വെച്ചത്. വിജാതീയ ജ്ഞാനികള് അല്ലെങ്കിൽ പൂജാ രാജാക്കന്മാർ യേശുവിനെ സ്വീകരിക്കുന്നു, യഹൂദര് ഹെറോദോസും ജെറുസലേം നിവാസികളും യേശുവിനെ തിരസ്കരിക്കുന്നു. ഇനി ഇത്തരത്തിലെല്ലാം അടയാളം കണ്ടിട്ട് വിശ്വസിക്കാത്തൊരു ജനതയെ യേശു ഒരു ഉപമയിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്.
ഒരു അശുദ്ധാത്മാവ് ഇറങ്ങിപ്പോയതിനു ശേഷം വീണ്ടും തിരിച്ചു വരുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? അതുകൊണ്ട് ഈ അടയാളങ്ങളെല്ലാം കണ്ടിട്ട് ഇനിയും യേശു വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അവന്റെ അവസ്ഥ മുമ്പത്തേതിനേക്കാൾ ശോചനീയമായിരിക്കും, ദയനീയമായിരിക്കും. ആ മനുഷ്യന്റെ അവസാനത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ ശോചനീയമായിത്തീരുന്നു. ഈ ദുഷിച്ച തലമുറയ്ക്കും ഇത് തന്നെയായിരിക്കും അനുഭവം. കുറച്ച് മുമ്പ് നമ്മൾ കണ്ട ദുഷിച്ചതും അവിശ്വസ്തമായ തലമുറയെ കുറിച്ചാണ് പറയുക. ഈ തലമുറയ്ക്കും ഇത് തന്നെയായിരിക്കും അനുഭവം. ഇതിനുശേഷം നമ്മൾ 46-ാമത്തെ വാക്യം മുതൽ കാണുക. യേശുവിന്റെ അമ്മയും സഹോദരിയും യേശുവിനെ കാണാൻ വരുന്ന പശ്ചാത്തലത്തിലെ വാക്യമാണ്. അവിടെ യേശു പറയുന്നുണ്ട്, തന്റെ ശിഷ്യയുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ടാണ് പറയുക, ഇതാ എൻ്റെ അമ്മയും സഹോദരരും. എന്നിട്ട് എന്താ പറയുന്നത്? സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ ആരോ അവനാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയും എന്ന്. അമ്മയെ ചൂണ്ടിക്കൊണ്ടല്ല പറയുക. അമ്മയും ശിഷ്യന്മാരും കാണാൻ വന്നതെന്ന് അറിയിക്കുമ്പോഴുള്ള യേശുവിന്റെ പ്രതികരണമാണ് ശിഷ്യരെ ചൂണ്ടിക്കൊണ്ട്, ഇവരാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും. ഒരു ക്രിസ്തു മിഷണറിക്ക് വേണ്ട അടിസ്ഥാന മനോഭാവമാണിത്. സ്വന്തമായിട്ടുള്ളവരല്ല ഇനിമേൽ സ്വന്തം എന്ന് വിളിക്കപ്പെടേണ്ടത്, മറിച്ച് ഈ ക്രിസ്തു ശിഷ്യരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. പിന്നെ 13-ാമത്തെ അധ്യായത്തിൽ ഉപമ പ്രബോധനമാണ്. നമ്മൾ മാറ്റിവെച്ച് അടുത്ത എതിർപ്പുകളുടെ ഒരു ശ്രേണിയിലേക്ക് പോകുന്നു. 14-ാമത്തെ അധ്യായം മുതൽ 14, 15, 16, 17 അധ്യായങ്ങളില് ഈ 11, 12 അധ്യായങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള വിവരണങ്ങളാണ് കാണുക. എന്തിനാണ് വ്യത്യാസമുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ 14-ാമത്തെ അധ്യായം മുതൽ 17-ാമത്തെ അധ്യായം അവസാനിക്കുന്നതിനുള്ള ഭാഗത്ത് കുറെ കൂടി ശിഷ്യരെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു പ്രേക്ഷിത ദൗത്യമാണ് യേശു നിർവഹിക്കുക. കാരണം 18-ാമത്തെ അധ്യായത്തില് സഭാത്മ പ്രബോധനമാണ്. സഭയുടെ ആന്തരിക ജീവിതം എങ്ങനെയായിരിക്കണം, സഭയുടെ അകത്തുള്ള ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നതിന് മുമ്പ് യേശു ഓൾറെഡി ശിഷ്യന്മാര് തന്റെ ദൗത്യത്തിൽ ആക്റ്റീവായിട്ട് പങ്കാളികളാക്കുന്ന ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള അത്ഭുതങ്ങളിലായാലും മറ്റു വിവരങ്ങളായാലും ശിഷ്യന്മാർ they are not just passive listeners and spectators. They are actively participating in the mission of Jesus. 14-ാമത്തെ അധ്യായം നമുക്ക് തുടങ്ങാം. 14-ാമത്തെ അധ്യായം എന്ന് പറയുമ്പോൾ സുവിശേഷത്തിന്റെ മധ്യഭാഗത്ത് 28 അധ്യായങ്ങളാണുള്ളത്. ഈ മധ്യഭാഗത്ത് 14-ാമത്തെ അധ്യായത്തില് ആദ്യം പറഞ്ഞു വെക്കുക സ്നാപക യോഹന്നാന്റെ മരണത്തെക്കുറിച്ചാണ്. ഈ മരണത്തെക്കുറിച്ച് ഇവിടെ പറയേണ്ട യാതൊരു കാര്യവുമില്ല സുവിശേഷകന്. ആ പാരഗ്രാഫ് മാറ്റി വെച്ചാൽ പോലും സാധാരണ രീതിയിലുള്ള വായന സാധ്യമാണ്. കാരണം ആ സംഭവത്തെ മുന്നോട്ട് പോകുന്ന സംഭവത്തോടോ പിറകെ വരുന്ന സംഭവത്തോടോ ഒരു വിധത്തിൽ കണക്ട് ചെയ്തിട്ടില്ല. ഇത് വായനക്കാരനുള്ള മുന്നറിയിപ്പാണ്. ഇങ്ങനെ പോയാൽ യേശുവിന് എന്ത് സംഭവിക്കും, സ്നാപക യോഹന്നാന് സംഭവിച്ചത് യേശുവിന് സംഭവിക്കും എന്ന് മുൻകൂട്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സ്നാപന മരണത്തെ അവതരിപ്പിച്ചിരിക്കുക. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യേശുവിന്റെ മരണത്തിൽ പോലും മുന്നോടിയാണ് സ്നാപക യോഹന്നാൻ. പല കാര്യങ്ങളിലും യേശുവുമായിട്ട് താരതമ്യം ചെയ്യുന്നുണ്ട് ആ സംഭവത്തില്. ആ സംഭവം ഉള്ളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും പ്രവാചകന്മാരായിരുന്നു, രണ്ടുപേരും ഉയർപ്പിക്കപ്പെട്ടു എന്നുള്ള വിശ്വാസം, ശിഷ്യന്മാരും രണ്ടുപേരെ സംസ്കരിക്കുന്നത്, ഇങ്ങനെ പല താരതമ്യങ്ങളും നടക്കുന്നത്. There are some points of parallelism between Jesus and John in this passage. അതിനുശേഷം 13-ാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുക 3 അത്ഭുതങ്ങൾ, അതിനുശേഷം വീണ്ടും ചില പഠനങ്ങള്, വീണ്ടും തർക്കം, വീണ്ടും പഠനങ്ങള്. ഈ 14, 15 അധ്യായങ്ങൾ നോക്കിയാൽ പുസ്തക ബൈബിളുള്ളവർ മറച്ചു നോക്കുന്നത് നല്ലതാണ്. ഏറ്റവും ആദ്യത്തെ അത്ഭുതം അപ്പം വർദ്ധിപ്പിക്കുന്നതാണ്. ഏറ്റവും അവസാനത്തെ അത്ഭുതവും അപ്പം വർദ്ധിപ്പിക്കുന്നതാണ്. 5 അപ്പം കൊണ്ട് 5000 പേർക്ക് എന്ന് POC ബൈബിളില് സബ് ഹെഡിങ് ഉണ്ട്. അതിനുശേഷം 15-ാമത്തെ അധ്യായം 32-ാമത്തെ വാക്യത്തില് രണ്ടാമതും അപ്പം വർദ്ധിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ 7 അപ്പവും കുറച്ച് മീനും കൊണ്ട് യേശു വലിയൊരു സത്യം നടത്തുന്നത്.
14-ാമത്തെ അധ്യായത്തില് 2-ാമത്തെ അത്ഭുതം എന്ന് പറയുക വെള്ളത്തിന് മേൽ നടക്കുന്നു. പിന്നെ ഒരു സമ്മറി സ്റ്റേറ്റ്മെന്റ്, കൃത്യമായിട്ട് എന്താണെന്ന് പറയാതെ പൊതുവിൽ യേശു അത്ഭുതങ്ങളെ കുറിച്ച് പറയുന്നു. 15-ാമത്തെ അധ്യായത്തിൽ ഇതുപോലെ തന്നെ പാരമ്പര്യത്തെ കുറിച്ച് ഒരു തർക്കമുണ്ട്. അതിനുശേഷം ഒരു പഠനം നടത്തുന്നു, ശുദ്ധിയെക്കുറിച്ചും അശുദ്ധിയെക്കുറിച്ചുമെല്ലാം. പിന്നെ വീണ്ടും അത്ഭുതം, കാനാൻകാരുടെ വിശ്വാസം, പിന്നെ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ്, സമ്മറി സ്റ്റേറ്റ്മെന്റ്, പിന്നതാണ് 2-ാമത്തെ അപ്പം വർദ്ധിപ്പിക്കൽ. ചില പണ്ഡിതന്മാര് ഈ 2 അപ്പം വർദ്ധിപ്പിക്കലിനെ കുറിച്ചും ഇത് രണ്ടും ഒരു പ്രാവശ്യം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ, യേശു 2 അത്ഭുതം ചെയ്തിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ 16-ാമത്തെ അധ്യായം നോക്കിക്കഴിഞ്ഞാൽ യേശുവിന്റെ സുവിശേഷത്തില്, മത്തായി സുവിശേഷം വളരെ ഭംഗിയായിട്ട് ഈ 2 അത്ഭുതങ്ങളെയും വ്യത്യസ്തമായ രീതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ 16-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം, 5000 പേരുടെ 5 അപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? 4000 പേരുടെ 7 അപ്പവും നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? അതുകൊണ്ട് യേശു ഒരു അത്ഭുതം മാത്രമേ ചെയ്തിട്ടുള്ള 2 വ്യത്യസ്ത വ്യാഖ്യാനം പറയേണ്ട കാര്യമില്ല. ഇത് എഴുതപ്പെട്ട അക്കാലത്ത് തന്നെ വളരെ വ്യക്തമായിട്ട് സുവിശേഷം എഴുതി വെച്ചിട്ടുണ്ട് 2 വ്യത്യസ്തമായ അത്ഭുതങ്ങളാണ് എന്ന്. എന്താണ് ഈ അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതങ്ങൾക്ക് പൊതുവായിട്ടുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ ശിഷ്യന്മാരുടെ ആക്റ്റീവ് റോളിനെ സംബന്ധിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ശിഷ്യന്മാരുടെ സഹകരണത്തോട് കൂടിയാണ് യേശു ഈ അത്ഭുതങ്ങളെല്ലാം ചെയ്യുക. ശിഷ്യന്മാർക്കൊരു ആക്റ്റീവ് റോൾ ഉണ്ട് ഇതിനകത്തെല്ലാം. യേശുവിന് വേണമെങ്കിൽ ആ കയ്യിലുള്ള അവരുടെ കയ്യിലുള്ള അപ്പം അവിടെ ദൂരെ നിന്ന് തന്നെ ആശീർവദിച്ച് ഇത് നിങ്ങളുടെ അടുത്ത് ഭക്ഷിക്കാൻ പറയാമായിരുന്നു. ശിഷ്യന്മാരാണ് ഇത് ശേഖരിക്കുന്നതും പങ്കുവെക്കുന്നതും ബാക്കി ഒന്ന് ശേഖരിക്കുന്നതുമെല്ലാം. ഇതിലെല്ലാം കാണുന്ന പദങ്ങള്, ഭാഷാപ്രയോഗം ആദിമസഭയിലെ ലിറ്റർജിക്കൽ സെലിബ്രേഷന്റെ പദങ്ങളും ഭാഷാശൈലിയുമാണ്. എന്ന് വെച്ചാൽ യേശു ചെയ്ത ഒരു പ്രവൃത്തിയിൽ നിന്നാണ് ലിറ്റർജി അല്ലെങ്കിൽ ആരാധനാക്രമം ഉടലെടുക്കുക. അതിനുപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ ഇതാണെന്ന് മാത്രം. അല്ല, ലിറ്റർജി ഉണ്ടായതിനു ശേഷം യേശു ആ പദങ്ങൾ എടുത്തു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. നേരെ മറിച്ചാണ് സംഭവിച്ചത്. യേശുവിന്റെ ജീവിതത്തിൽ നിന്നാണ് ലിറ്റർജിക്ക് വേണ്ട ഭാഷ എടുത്തിരിക്കുക. ഇനി വെള്ളത്തിന് മീതെ നടക്കുന്ന സംഭവം ബൈബിളിലെല്ലാം ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഇതിന് യേശുവിന്റെ വെള്ളത്തിന് മുകളിലൂടെയുള്ള നടത്തമെന്ന് ഞാൻ പറയാറില്ല. മറിച്ച് പത്രോസിന്റെ വെള്ളത്തിന് മീതെയുള്ള നടത്തമായിട്ടാണ് ഞാൻ കാണുക. അതിനുള്ള പശ്ചാത്തലം മാത്രമാണ് യേശു വെള്ളത്തിന് മീതെ നടക്കുന്നത്. കാരണം യേശുവിന് വെള്ളത്തിന് മീതെ നടക്കുന്നതിനെ കുറിച്ചല്ല ഇവിടെയുള്ള ഊന്നല്, മറിച്ച് പത്രോസ് എന്ന വ്യക്തിക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. യേശു വെള്ളത്തിന് മീതെ നടന്നു വരുന്നത് കണ്ടപ്പോൾ പത്രോസിന് മോഹം തോന്നി, എനിക്ക് നടക്കണമെന്ന്. പത്രോസ് എന്താണ് പറയുക? ഞാനാണ് ഭയപ്പെടുന്നത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവ് അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിന് മീതെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക. ഇത് വേണം മോനെ എന്നൊന്നും ചോദിക്കില്ല, വരൂ അവൻ പറഞ്ഞു. പത്രോസ് എന്ത് ചെയ്തു? കാലെടുത്ത് വെള്ളത്തിലേക്ക് വെച്ചു. വള്ളത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് കാലെടുത്ത് വെച്ച പത്രോസിന് മനസ്സിലായി ഇത് ഉറപ്പുള്ള പ്രതലമല്ല എന്ന്. ഒരു നിമിഷത്തെ മനസ്സിന്റെ വിശ്വാസത്തിലുള്ള ഒരു ചാഞ്ചാട്ടം. എന്ത് സംഭവിച്ചു? തന്നെ വിളിച്ചത് കർത്താവാണ് എന്ന് അറിയാമായിരുന്നിട്ട് പത്രോസ് സംശയിച്ചപ്പോൾ എന്ത് ചെയ്തു? ഉടനെ താഴാൻ തുടങ്ങി. അവൻ ഭയന്നു ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ച്, കർത്താവെ രക്ഷിക്കണേ. യേശു ഉടനെ കൈനീട്ടി പത്രോസിനെ കൈപിടിച്ച് വഞ്ചിലേക്ക് കയറ്റുകയോ. എന്നിട്ട് പറയും, അല്പവിശ്വാസി നീ സംശയിച്ചതെന്ത്? നോക്കിയാൽ ഏതാനും ചെറിയ വാചകങ്ങളില് ഒരു വിശ്വാസിക്ക് അവൻ എത്ര വലിയ നേതാവാണെന്ന് സംഭവിക്കാവുന്ന വീഴ്ചയുടെ ചരിത്രം മുഴുവൻ ഇവിടെ എഴുതി വെക്കുന്നുണ്ട് സുവിശേഷകൻ. കർത്താവാണ് വിളിച്ചെന്ന് തിരിച്ചറിഞ്ഞിട്ടും അവൻ കാല് വെക്കുമ്പോൾ അവൻ സംശയിച്ചു, അവൻ ഭയന്നു, അവൻ മുങ്ങിത്താഴാൻ തുടങ്ങി. പക്ഷെ പത്രോസ് വീണ്ടും അലറിക്കരയുകയല്ല ചെയ്യുന്നത്, മറിച്ച് കർത്താവെ രക്ഷിക്കണേ, ലോർഡ് സേവ് മീ. ഉടനെ കർത്താവിന് കരം അവന്റെ അടുക്കലേക്ക് നീണ്ടു വന്നു. വഞ്ചിയിൽ കയറിയതിനു ശേഷം എന്താ സംഭവിക്കുന്ന അറിയോ? ശിഷ്യന്മാരെല്ലാവരും കൂടി യേശുവിനെ
വിശ്വസിച്ച് ഏറ്റു പറയുന്നുണ്ട്. നോക്കിയാൽ വഞ്ചിയിലുണ്ടായിരുന്നവർ, 33-ാമത്തെ വാചകം, വഞ്ചിയിലുണ്ടായിരുന്നവർ അവനെ ആരാധിച്ചുകൊണ്ട് സത്യമായും നീ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞു. അവനെ ആരാധിച്ചുകൊണ്ട്. 2-ാമത്തെ അധ്യായത്തില് ഈ ജ്ഞാനികൾ യേശുവിനെ കണ്ടിട്ട് അതിനെ സൂചിപ്പിക്കുന്ന വാക്ക് എന്താണെന്നറിയോ? പ്രോസ്ക്യുനേയോ, സാഷ്ടാംഗം വീഴുക. ദൈവാരാധനയുടെ ഒരു പ്രതീകമാണത്. ദൈവാരാധനയെ സൂചിപ്പിക്കുന്ന ഒരു ശരീരഭാഷയാണത്, സാഷ്ടാംഗം വീഴുക. അത് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുക. ഈ ശിഷ്യന്മാരെല്ലാവരും അവനെ ആരാധിച്ചുകൊണ്ട് സാഷ്ടാംഗം വീണുകൊണ്ട് പറഞ്ഞു, നീ സത്യമായും ദൈവപുത്രനാണ് എന്ന്. നമ്മൾ പലപ്പോഴും പത്രോസിന്റെ വിശ്വാസ പ്രമാണത്തെക്കുറിച്ച്, വിശ്വാസ പ്രഖ്യാപനത്തെക്കുറിച്ച് പറയാറുണ്ട്. അത് 16-ാമത്തെ അധ്യായത്തിലാണ്, വരുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ the whole community of the disciples profess their faith in Jesus, the Son of God. നമ്മൾ പലപ്പോഴും സുവിശേഷം വായിച്ചു പോകുമ്പോൾ തോമായുടെ വിശ്വാസത്തെ കുറിച്ച് പറയും, പത്രോസിന്റെ വിശ്വാസത്തെ കുറിച്ച് പറയും. മത്തായി സുവിശേഷത്തില് 4 വിശ്വാസ പ്രഖ്യാപനങ്ങളുണ്ട്. എന്ന് വെച്ചാൽ യേശുവിനെ ദൈവപുത്രനായിട്ട് ഏറ്റുപറയുന്ന 4 അവസരങ്ങൾ. ഒന്ന്, നമ്മൾ നേരത്തെ കണ്ട അത്ഭുതങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ദൈവപുത്ര, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ബൈബിൾ അവർക്ക് നോക്കാം. 8-ാമത്തെ അധ്യായം 29-ാമത്തെ വാചകം. ദൈവപുത്ര, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? സമയത്തിന് മുമ്പ് ഞങ്ങളെ പീഡിപ്പിക്കാൻ നീ ഇവിടെ വന്നിരിക്കുകയാണോ? പിശാച് ബാധിതനാണ് യേശുവിനെ ദൈവപുത്രനായിട്ട് തിരിച്ചറിയുന്നത്. 2-ാമത്തേത് ഇവിടെയാണ്. 14-ാമത്തെ അധ്യായത്തിലെ 33-ാമത്തെ വാചകം. ശിഷ്യന്മാർ ഒന്നടങ്കം യേശുവിനെ ദൈവപുത്രനായിട്ട് ഏറ്റുപറയുന്നു. പിന്നീട് നമ്മൾ കാണുക 16-ാമത്തെ അധ്യായത്തിൽ പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനമാണ്. നമുക്കൊക്കെ സുപരിചിതമാണത്. മത്തായി സുവിശേഷം വളരെ ദീർഘമാണ്. നീ സജീവ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. മാർക്കോസ് സുവിശേഷം നീ ക്രിസ്തുവാണ് എന്നും, ലൂക്കായുടെ സുവിശേഷം ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് മാത്രം പറയുമ്പോൾ, മത്തായി സുവിശേഷം നീട്ടിപ്പിടിച്ച് പറയും നീ സജീവ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. പിന്നെ അടുത്ത് നമ്മൾ കാണുക 27-ാമത്തെ അധ്യായത്തിലാണ്. 27-ാമത്തെ അധ്യായത്തില് ക്രിസ്തു ശിഷ്യന്മാരൊന്നും അല്ല യേശുവിനെ പ്രഖ്യാപിക്കുക. 27-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ 51-ാമത്തെ വാചകം എടുത്ത് നോക്കിയാൽ അവിടെ നമ്മൾ കാണും, ശതാധിപൻ യേശുവിനെ കുരിശിൽ കിടക്കുന്നത് കണ്ടിട്ട് ഏറ്റു പറയുന്നുണ്ട്, ഇവൻ ദൈവപുത്രനാണ്, നീതിമാനാണ് എന്ന് വെച്ചാൽ അവിടെ ഒരു വിജാതീയനാണ്. അതും അത്ഭുതങ്ങളുടെ പശ്ചാത്തലത്തിലൊന്നുമല്ല, ക്രൂശിതനായ യേശുവിനെ കണ്ടിട്ടാണ് പറയുക. നമ്മൾ ഓർക്കണം, ക്രൈസ്തവ വിശ്വാസത്തിലെ ക്രിസ്തു ചിത്രം, ദ ക്രൂസിഫൈഡ് ജീസസ്, അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ കേന്ദ്രം. ഈ ഇങ്ങനെയുള്ള കുരിശിൽ തറച്ച് കിടക്കുന്ന ഒരു യേശുവിനെ നോക്കിയിട്ട് നീ ദൈവപുത്രനാണ് എന്ന് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസമാണ് സത്യവിശ്വാസം. ഇനി നമ്മൾ 15-ാമത്തെ അധ്യായത്തില് വരുമ്പോൾ അടുത്ത എതിരാളികളുടെ പരാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫരിസേയൻ നിയമജ്ഞരും യേശുവിന്റെ അടുത്ത് വന്ന് പറയുന്നു, നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യം ലംഘിക്കുന്നത് എന്തുകൊണ്ട്? ആദിമസഭ മുതൽ ഇന്ന് വരെ സഭയ്ക്കകത്ത് വലിയ പ്രശ്നമാണ് പാരമ്പര്യം ലംഘിക്കുന്നത് എന്തുകൊണ്ട്. പാരമ്പര്യം എന്താണ്? കൈ കഴുകിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. ഇതിനെ യേശു വളരെ കൃത്യമായിട്ട് അവർക്ക് ഉത്തരം കൊടുക്കുന്നുണ്ട്. പല പാരമ്പര്യങ്ങളും പറഞ്ഞ് പലതും ചെയ്തു കൂട്ടുന്നു, പക്ഷേ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുന്നില്ല. വീണ്ടും ഫരിസേയരുടെ കാപട്യത്തെ യേശു തുറന്ന് കാണിക്കുകയാണ്. ഏറ്റവും വലിയ കൽപ്പന, പ്രതിഫലത്തോടുകൂടി കൽപ്പന നമുക്കറിയാം, മാതാവിനെയും പിതാവിനെ ബഹുമാനിക്കണം എന്നുള്ളതാണ്. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? അവരെ ബഹുമാനിക്കുക, അവർക്ക് കൊടുക്കേണ്ടതെല്ലാം നേർച്ചപ്പെട്ടിയിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചതിന് ശേഷം തങ്ങളെ കടം നിർവഹിച്ചു എന്ന് പറയുന്നു. അവർ ദുർവ്യാഖ്യാനം ചെയ്യുന്നു കൽപ്പനയെ. 5-ാമത്തെ വാചകം നോക്കിയാൽ, ആരെങ്കിലും തന്റെ പിതാവിനോട് മാതാവിനോട് എന്നിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് വഴിപാടായി നൽകി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ, എന്ന് വെച്ചാൽ നേർച്ചയായിട്ട് ഞാൻ പള്ളിക്ക് കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അവരെ സംരക്ഷിക്കേണ്ടതില്ല എന്നാണ്. പാരമ്പര്യത്തിനു വേണ്ടി ദൈവവചനത്തെ നിങ്ങൾ വ്യർത്ഥമാക്കിയിരിക്കുന്നു. നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ട, ധ്യാനിക്കേണ്ട വചനങ്ങളാണ് ഇതെല്ലാം.
വീണ്ടും 9-ാമത്തെ വാചകം ശ്രദ്ധിക്കുക. മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു. വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു. നമ്മുടെ സഭാ പശ്ചാത്തലത്തിൽ ഇതിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്ന് വ്യക്തിപരമായിട്ട് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അതിനുശേഷമാണ് കർത്താവ് ആഗ്രഹിക്കുന്ന ശുദ്ധി കൈ കഴുകി ഉണ്ടാകുന്ന ശുദ്ധിയല്ല, വെള്ളമൊഴിച്ച് ശരീരം കുളിക്കുമ്പോഴുള്ള ശുദ്ധിയല്ല, മറിച്ച് ആന്തരിക ശുദ്ധിയാണ്. ദ ഇന്നർ മോറൽ പ്യൂരിറ്റി, ക്ലെൻലിനെസ്. അതിനെക്കുറിച്ചാണ് പിന്നീട് നമ്മൾ കാണുക. ഇവിടെയെല്ലാം നമുക്കറിയാം ശിഷ്യന്മാര് ഈ സംഭവങ്ങളിലെല്ലാം കേന്ദ്രസ്ഥാനത്തുണ്ട്. ഇനി അടുത്തൊരു അത്ഭുതം നോക്കിയാൽ കാനാൻകാരി സ്ത്രീയുടെ പ്രശ്നം. അവൾ തൻ്റെ പുത്രിയെ കുറിച്ച് യേശുവിന് പരാതി പറയുമ്പോൾ യേശു കേട്ട ഭാവമേ നടിക്കുന്നില്ല. അപ്പൊ ശിഷ്യന്മാരാണ് യേശുവിനോട് പറയുക, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ. രണ്ടർത്ഥമുണ്ടാകാം. ഒന്നുകിൽ കർത്താവ് ഒന്ന് കാര്യം സാധിച്ചു കൊടുത്തെന്ന് കേട്ടേൻ, നല്ല അർത്ഥത്തില്. രണ്ടാമത്തെ നെഗറ്റീവ് അർത്ഥം എന്തായിരിക്കാം? അവളൊന്ന് ഓടിപ്പിച്ചു വിട്ടേൻ, അവൾ നമ്മുടെ പിറകെ വന്ന് ശല്യം ചെയ്യുന്നല്ലോ എന്നുള്ള പരാതിയായിരിക്കാം. അവിടെ യേശുവും അവൾ നമ്മൾ നടക്കുന്ന ഒരു ഡയലോഗുണ്ട്. അവിടെ യേശു പറഞ്ഞ വാചകമുണ്ട്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. ഇത് യേശുവിന് വായിൽ നിന്ന് വന്ന ഒരു കുറ്റപ്പെടുത്തലല്ല. യഹൂദർക്ക് വിജാതിയെ കുറിച്ച് എന്തായിരുന്നു മനോഭാവം ഉണ്ടായിരുന്നത്, അതാണ് യേശുവിന്റെ വാക്കുകളിൽ പ്രകടമാക്കുക. ഇത് ആർക്ക് വേണ്ടിയാണെന്ന് അറിയോ? ശിഷ്യന്മാർക്ക് വേണ്ടിയാണ്. ശിഷ്യന്മാർക്ക് വിജാതിയുടെ മനോഭാവം എന്താണോ, യഹൂദ മനോഭാവം എന്താണോ, അതിലൊരു തിരുത്തലുണ്ടാകണം. നമുക്കറിയാം 8-9 അധികമുള്ള അത്ഭുതങ്ങളിൽ രണ്ടാമത്തെ അത്ഭുതം വിജാതിയർക്ക് വേണ്ടി ചെയ്ത അത്ഭുതമാണ്. പിന്നെ ഒന്നുള്ളത് ഇതാണ്, യേശു അവസാനം പറയും, സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് ഭവിക്കട്ടെ. 8-ാമത്തെ അധ്യായത്തിൽ കാണാം, ശതാധിപന്റെ പുത്രൻ സൗഖ്യമാക്കി കഴിയുമ്പോൾ ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേൽ ജനത്തിനിടയിൽ പോലും ഞാൻ കണ്ടിട്ടില്ല എന്ന്. അതുകൊണ്ട് വിജാതിയുടെ വിശ്വാസത്തെ പ്രകീർത്തിക്കുന്ന പുകഴ്ത്തുന്ന യേശു. പിന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ വീണ്ടും അപ്പവർദ്ധിപ്പിക്കലാണ്. ഇനി 16-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുക, യേശു തൻ്റെ തന്നെ ഐഡന്റിറ്റി മറ്റുള്ളവർക്ക് എപ്രകാരമാണ് മനസ്സാക്കിയിരിക്കുന്നതെന്ന് വ്യക്തമാക്കാനാണ് ശ്രമിക്കുക. ഇവിടെ ഫരിസേയ സദുക്കാരും വേണ്ടി യേശു പരീക്ഷിക്കാൻ വരുന്നു. വീണ്ടും നേരത്തെ കണ്ട യോനയുടെ അടയാളത്തിന് ഉത്തരം തന്നെ യേശു കൊടുക്കുന്നു. എന്നിട്ട് ഫരിസേയരെ കുറിച്ച് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, പുളിമാവിനെ കുറിച്ച്. ഏറ്റവും നിങ്ങൾ സൂക്ഷിക്കേണ്ട പുളിമാവ് എന്താണെന്ന് അറിയോ? ശ്രദ്ധിക്കേണ്ട, ജാഗ്രത പുലർത്തേണ്ട പുളിമാവ് ഫരിസേയരുടെ സദുക്കാരുടെ പ്രബോധനങ്ങളാണ്. അവർ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയായ കാര്യങ്ങളല്ല. അത് 23-ാമത്തെ അധ്യായം വായിച്ചാൽ വളരെ വ്യക്തമാകും. യേശു നഖശിഖാന്തം വളരെ കൃത്യമായിട്ട് കർശനമായിട്ട് അവരെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അത് നല്ലൊരു ഭാഷയിലല്ല. അതുകൊണ്ട് ഫരിസേയത്തെ കുറിച്ച് മുഴുവൻ യേശു പരാജയപ്പെടുമ്പോൾ 12-ാമത്തെ വാചകം നോക്കുക, അപ്പത്തിന്റെ പുളിമാവിനെ കുറിച്ചല്ല, ഫരിസേയരുടെ സദുക്കാരുടെ പ്രബോധനത്തെ പറ്റിയാണ് അവർ സൂക്ഷിച്ചു കൊള്ളാൻ പറഞ്ഞത് എന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി. അതിനുശേഷമാണ് പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പത്രോസ് ഒരു ഓറൽ എക്സാം നടത്തുന്നു. എന്നെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെ കേൾക്കുന്നത്, മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്താ പറയുന്നത്? ശിഷ്യന്മാർക്ക് ഉടനടി ഉത്തരമുണ്ട്, എല്ലാവരും വാചാലമായി. അതിനുശേഷം ചോദിക്കും, നിങ്ങൾ എന്ത് പറയുന്നു? അവിടെ ശിഷ്യന്മാരെല്ലാം സൈലന്റ് ആയപ്പോൾ പത്രോസ് പറയും, നീ സജീവ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന്. അതെന്തോ അവന് വലിയൊരു നിധി കിട്ടിയത് പോലെയാണ് ചിന്തിക്കേണ്ടത്. ഉടനെ യേശുവിന് മറുപടി വരും. എന്താണെന്നറിയോ? യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നത്. യേശുവിനെ കുറിച്ചുള്ള കൃത്യമായ അറിവ്, കൃത്യമായ വിശ്വാസം, അത് ദൈവത്തിന്റെ ദാനമാണ്. സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നത്. യേശുവിനെ കൃത്യമായിട്ട് അറിയാനുള്ള മാർഗം പുസ്തക പഠനമല്ല, ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തിന്റെ വെളിപാടിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ്. ദൈവിക വെളിപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പുതിയ നിയമം വായിച്ചു പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായത്തില്
പൗലോസ്ലീഹ തൻ്റെ അനുഭവം പറഞ്ഞു വെക്കുന്നുണ്ട്. പൗലോസ്ലീഹ പറയുക, ഈ കാര്യങ്ങളൊക്കെ എന്നെ ആരും പഠിപ്പിച്ചതല്ല. 1-ാമത്തെ അധ്യായം 12-ാമത്തെ വാചകം നോക്കിയും, മനുഷ്യനിൽ നിന്നല്ല ഞാനത് സ്വീകരിച്ചത്, ആരും അതെന്നെ പഠിപ്പിച്ചതുമില്ല, യേശു ക്രിസ്തുവിന്റെ വെളിപാടിലൂടെയാണ് അത് എനിക്ക് ലഭിച്ചത്. എന്ന് വെച്ചാൽ ഞാൻ പ്രഘോഷിക്കുന്ന സുവിശേഷമെല്ലാം ഈ വിശുദ്ധ ഗ്രന്ഥം കാണാപ്പാഠം പഠിച്ച് വീണ്ടും ആവർത്തിച്ച് പറയുന്നതല്ല, മറിച്ച് ക്രിസ്തുവിന്റെ വെളിപാടിലൂടെയാണ് എനിക്കത് ലഭിച്ചത്. പൗലോസ്ലീഹയുടെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നും, എന്തുമാത്രം ഗഹനമായ ആഴമായ വിശ്വാസ സത്യങ്ങളും ചിന്തകളുമാണ് പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്നത് എന്ന്. അതിന്റെ ഉറവിടമാണ് പൗലോസ്ലീഹ പറഞ്ഞു വെക്കുക. ഇത് പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചെടുത്തതല്ല, മറിച്ച് ക്രിസ്തുവിന്റെ വെളിപാടിലൂടെയാണ് എനിക്കിത് ലഭിച്ചത്. പത്രോസിന്റെ കാര്യം അങ്ങനെ തന്നെ, വെളിപാടിലൂടെയാണ് ഈ യഥാർത്ഥ സത്യം യേശുവിനെ കുറിച്ചുള്ള അറിവ് ഉണ്ടാവുക. എന്നിട്ട് അവിടെ പത്രോസ് അധികാരം കൊടുക്കുന്നുണ്ട്. നമ്മൾ സഭ വിജ്ഞാനത്തെ കുറിച്ച് പറയുമ്പോഴാണ് പറഞ്ഞു വരും നമ്മൾ. ഇതിനുശേഷം നമ്മൾ കാണുക, ഉടൻ തന്നെ യേശുവിന്റെ ആദ്യത്തെ പീഡാനുഭവ പ്രവചനമാണ്. യേശു നേരിട്ട് തന്നെ തന്റെ മരണത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ. 1-ാമത്തെ പീഡാനുഭവ പ്രവചനം. ശിഷ്യന്മാർക്ക് ഒന്നും മനസ്സിലായില്ല. അതുകൊണ്ടാണ് പത്രോസ് ഉടനെ വീണ്ടും വാചാലാകുക, കർത്താവേ, നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ. ഒരു നല്ല കാര്യമല്ലേ പറഞ്ഞത്? അങ്ങനെ ഗതികേട് നിനക്ക് വരാതിരിക്കട്ടെ, നിനക്ക് അത്യാഹിതങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുന്ന നല്ലൊരു ആശംസയല്ലേ? പക്ഷെ ആ നല്ല ആശംസ നേർന്ന പത്രോസിന് കിട്ടിയ മറുപടി എന്താണെന്ന് അറിയോ? സാത്താനെ എന്റെ മുമ്പിൽ നിന്ന് പോകുക, നീ എനിക്ക് പ്രതിബന്ധമാണ്, എന്റെ ചിന്ത ദൈവികമല്ല, നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. നീ എനിക്ക് പ്രതിബന്ധമാണ്. 4-ാമത്തെ അധ്യായത്തിൽ യേശുവിനെ സാത്താൻ പ്രലോഭിപ്പിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയോ? ദൈവിക പദ്ധതിയിൽ നിന്ന് വഴിമാറി നടക്കാൻ, സൂത്രത്തിലെ മഹത്വം പ്രാപിക്കാൻ, സൂത്രത്തിലെ ഭക്ഷണം ഉണ്ടാക്കാൻ, സൂത്രത്തിലെ മഹത്വം പ്രാപിക്കാനൊക്കെ സാത്താൻ ഉപദേശിക്കുന്നുണ്ട്. നല്ല വചനങ്ങൾ ഉപയോഗിച്ചിട്ട്. ഇത് തന്നെയാണ് പത്രോസ് ചെയ്യുക. പ്രത്യക്ഷത്തിൽ നല്ലതെന്ന് തോന്നുന്ന ഒരു നല്ല ആശംസയാണ് പത്രോസ് ചെയ്തത്. പക്ഷേ പത്രോസിന് കിട്ടിയ മറുപടി സാത്താനെ എന്താണെന്നറിയോ? ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ യേശു ഒരു കാര്യം അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ അനുഗമിക്കുവിൻ. ഈ വാചകം അല്ലെങ്കിൽ ഈ 3 വാക്കുകൾ എങ്ങനെ വേണമെങ്കിലും ഊന്നൽ കൊടുത്ത് പറയും. നിങ്ങൾ എന്നെ അനുഗമിക്കുവിൻ, മറ്റാരുമല്ലെന്നർത്ഥം. നിങ്ങൾ എന്നെ അനുഗമിക്കുവിൻ, നിങ്ങൾ മറ്റാരുടെയും പിറകെ പോകലെന്നർത്ഥം. നിങ്ങൾ എന്നെ അനുഗമിക്കുവിൻ, നിങ്ങൾ എൻ്റെ പിറകെ വരിക. ഈ 3-ാമത്തെ പദം എടുക്കുകയാണ് എങ്കിൽ പത്രോസിന് കിട്ടിയ മറുപടി ന്യായമാണ്. യേശുവിന് പിറകെ പോകേണ്ടവനാണ് ശിഷ്യൻ. ആ പത്രോസാണ് ഗുരുവിന്റെ മുമ്പിൽ കയറി നിന്നിട്ട് ഗുരുവിനെ നയിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് സാത്താൻ, നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകുക എന്ന് യേശു പറയുന്നത് അവനോട്. നീ എനിക്ക് പ്രതിബന്ധമാണ്, കാരണം എനിക്ക് മുന്നോട്ടുള്ള വഴിയിൽ നീ പ്രതിബന്ധമാണ്. യേശു പോകുന്ന വഴിയെക്കുറിച്ച് യേശുവിന് വ്യക്തമായിട്ട് ധാരണയുണ്ട്. അതുകൊണ്ടാണല്ലേ പീഡാനുഭവ പ്രവചനം നടത്തുക. അവിടെ ആ വഴിയിൽ ഇടയിൽ കയറി നിന്നിട്ടാണ് പത്രോസ് പറയുക. എത്ര നല്ല കാര്യമാണ് പറഞ്ഞതെങ്കിലും ദൈവിക പദ്ധതിയിൽ ദൈവിക നീതി നടത്താനായിട്ട് മുന്നോട്ട് പോകുന്ന യേശുവിന് ആ വാക്കുകൾ പ്രതിബന്ധമായിരുന്നു. അതിന്റെ വെളിച്ചത്തിലാണ് ശിഷ്യത്വത്തെ കുറിച്ച് യേശു ദീർഘമായിട്ട് അടുത്ത പാരഗ്രാഫിൽ പറഞ്ഞു വെക്കുക. നമുക്കൊക്കെ സുപരിചിതമായ വാചകം എവിടെയാണ്? ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാലും എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും? ഈ വാചകം യേശു പറയുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. എന്നിട്ട് അവസാനത്തെ വാചകം നോക്കിയാൽ 16-ാമത്തെ അധ്യായത്തിന്റെ, മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് ദർശിക്കുന്നതിന് മുമ്പ് ഇവിടെ നിൽക്കുന്നവരിൽ ചിലർ മരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. എന്താണ് വാചകത്തിന്റെ അർത്ഥം? മനുഷ്യപുത്രൻ ഉടനെ വരുമെന്നാണോ? അല്ലെങ്കിൽ ഈ ശിഷ്യന്മാരാരും മരിക്കയില്ലെന്നാണോ? ഈ ഭാഗത്ത് അടുത്ത വരുന്ന അധ്യായമായിട്ട് കൂട്ടിച്ചേർത്ത് വേണം വായിക്കാൻ. യേശുവിന് രൂപാന്തരീകരണ സംഭവമാണ് അടുത്തത് 17-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. എല്ലാ പീഡാനുഭവ പ്രവചനം കഴിയുമ്പോഴും ശിഷ്യന്മാർക്ക് ധൈര്യം പകരുന്ന ഒരു സംഭവം സുവിശേഷം ചേർക്കുന്നുണ്ട്. 2-ാമത്തെ പീഡാനുഭവ പ്രവചനം കഴിയുമ്പോഴാണ്
അത്ഭുതകരമായി മീൻ പിടിച്ച് പത്രോസിനെ കൊണ്ട് നികുതി കൊടുപ്പിക്കുന്ന സംഭവമുള്ളത്. ഇവയുടെ ഒന്നാമത്തെ പീഡാനുഭവ പ്രവചനത്തിന് ശേഷമാണ് ഈ രൂപാന്തരീകരണ സംഭവം വരിക. എന്ന് വെച്ചാൽ ഈ പീഡാനുഭവം അതിൽ തന്നെ അന്ത്യമല്ല, മറിച്ച് മഹത്വത്തിലേക്കുള്ള ഒരു പാതയാണ് ഈ പീഡാനുഭവം. അതുകൊണ്ട് പീഡാനുഭവത്തിന് മുന്നാസ്വാദനം, മഹത്വത്തിന് മുന്നാസ്വാദനം ശിഷ്യന്മാർക്ക് കൊടുക്കുമ്പോൾ അതേ പശ്ചാത്തലത്തിൽ തന്നെ താനാണ് മെസ്സേജ് എന്ന് യേശു പഠിപ്പിക്കുന്നുണ്ട്. അത് ഏലിയായുടെയും മോശയുടെയും പശ്ചാത്തലത്തിലാണ്. ഏലിയ ആരാണെന്ന് പറഞ്ഞു പോകും. അങ്ങനെ 13-ാമത്തെ അധ്യായം വാക്യം വരുമ്പോൾ നമുക്കറിയാം ശിഷ്യന്മാര് തിരിച്ചറിയും എന്തെന്ന്, സ്നാപയോഹന്നാനാണ് ഏലിയ എന്ന്. സ്നാപയോഹന്നാനെ പറ്റിയാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി. അതിനർത്ഥം എന്താണ്? സ്നാപയോഹന്നാന് ശേഷം വരുന്ന വ്യക്തി മിശിഹായാണെന്ന് ചുരുക്കം. ഏലിയാക്ക് ശേഷം വരുന്ന വ്യക്തി മിശിഹായാണ് എങ്കിൽ, രക്ഷകനാണ് എങ്കിൽ, ഈ ഏലിയ എന്ന് പറയുന്നത് സ്നാപയോഹന്നാനാണ് എങ്കിൽ, സ്നാപയോഹന്നാന് ശേഷം വരുന്ന വ്യക്തി മിശിഹായാണ് എന്ന് തിരിച്ചറിയണം. 3-ാമത്തെ അധ്യായത്തിൽ തുടങ്ങിയ സ്നാപയോഹന്നാന്റെ തനി വ്യക്തിത്വം വെളിവാകുന്ന ഇവിടെയാണ്. വരാനിരിക്കുന്നവനായിട്ട് മലാക്കിയുടെ പുസ്തകത്തിൽ പറയുന്ന ഏലിയ ഈ സ്നാപയോഹന്നാനാണ് എന്ന്. ഇത്രയെല്ലാം കഴിഞ്ഞിട്ടും ശിഷ്യന്മാർക്ക് ഇനിയും വിശ്വാസത്തിന്റെ ആഴം സംഭവിച്ചിട്ടില്ല, ആഴത്തിലേക്ക് വന്നിട്ടുമില്ല. അടുത്ത സംഭവം അത്ഭുതത്തിന് വേണ്ടിയല്ല പറയുക, ഈ ശിഷ്യന്മാരുടെ വിശ്വാസക്കുറവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് 10-ാമത്തെ അധ്യായത്തിൽ യേശു ഈ സൗഖ്യ ശുശ്രൂഷയ്ക്കുള്ള അധികാരവും ശക്തിയും ശിഷ്യന്മാർക്ക് കൈമാറിയിട്ടുണ്ട്. ശിഷ്യന്മാർക്ക് സൗഖ്യ ശുശ്രൂഷയുടെ എല്ലാ അവകാശവും അധികാരവും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയ ഒരു വ്യക്തി, ഒരാൾ കടന്നു വന്ന് അവന്റെ സന്നിധിയെ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവിന്റെ പുത്രനിൽ കനിയണമേ, അവൻ അപസ്മാരം പിടിപെട്ട് വല്ലത് കഷ്ടപ്പെടുന്നു. അതിനുശേഷം പറയും 16-ാമത്തെ വാക്യത്തില്, അവന് നിന്റെ ശിഷ്യന്മാർ എടുത്തു കൊണ്ടുവന്നു, പക്ഷെ അവനെ സുഖപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. വീണ്ടും ശിഷ്യന്മാരെ കുറിച്ചാണ്. അവിടെ യേശു നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയും, വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ. എന്നിട്ട് യേശു അവിടെ വെച്ച് ശിഷ്യന്മാരോടൊന്നും പറയുന്നില്ല. ഈ പറഞ്ഞത് ജനത്തിന് ശിഷ്യന്മാർക്ക് ഒരുമിച്ചാണ്. സൗഖ്യമാക്കിയതിന് ശേഷം ശിഷ്യന്മാരുടെ ഭാഗം റിയാക്ഷൻ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. യേശുവിൽ നിന്ന് എല്ലാ അധികാരവും കിട്ടി, പക്ഷെ സൗഖ്യം കൊടുക്കാൻ സാധിക്കുന്നില്ല. എന്താണ് കാരണം? സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു വെച്ചു, പക്ഷെ ജോലി ചെയ്യാൻ അറിയില്ല. ശിഷ്യന്മാര് അവന്റെ അടുത്ത് വന്ന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? ശിഷ്യന്മാരിവിടെ വളരെ ബുദ്ധിശാലികളായിട്ട് കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ടെസ്റ്റ് കേസ് വന്നതാണ്. ഒരുവൻ തൻ്റെ പിശാചബാധിതനായ മകനെ, അപസ്മാരം പിടിപെട്ട മകനെ തങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്നു, പക്ഷെ സൗഖ്യമാക്കാൻ സാധിച്ചില്ല. അപ്പോൾ ശിഷ്യ യേശുവിനോട് ചോദിക്കുന്നതാണ്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് സാധിക്കാതെ വന്നത്? യേശു പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നൊരു വാക്യമാണിത്, ഒരു വാചകം, ഒരു പദമാണിത്. ശിഷ്യന്മാർ ഒരിക്കലും മർക്കോസ് വിളിക്കുന്ന ഒരു വിശ്വാസരാഹിത്യമെന്നോ വിശ്വാസരഹിതരെന്നോ വിളിക്കുന്നില്ല. അല്പവിശ്വാസികളെ, നിങ്ങളുടെ അല്പവിശ്വാസം, പ്രാക്ടിക്കലി ഇറ്റ് ഈസ് നത്തിങ്. വിശ്വാസമില്ലെന്ന് തന്നെ അർത്ഥം. പക്ഷെ മത്തായി സുവിശേഷം ഒരിക്കലും ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തില്ല ഒരു ഘട്ടത്തിലും. അതുകൊണ്ടാണ് സെബദിപുത്രന്മാരല്ല യേശുവിനടുക്ക് വന്ന് ചോദിക്കുക, മറിച്ച് സെബദിപുത്രൻ അമ്മയാണ് വന്ന് ചോദിക്കുക മക്കൾക്ക് വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ കണ്ട പരാതികളിലെല്ലാം ശിഷ്യന്മാരെ ഡിഫെൻഡ് ചെയ്തൊരു യേശു ഉണ്ട്. അതുകൊണ്ടാണ് ശിഷ്യന്മാർക്ക് വിശ്വാസമില്ലെന്ന് യേശു അറിയാമെങ്കിൽ പറയുക, നിങ്ങളുടെ അല്പവിശ്വാസം. അവസാനത്തെ വാചകം നോക്കിയാൽ 21-ാമത്തെ വാചകം, നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല. എങ്ങനെയാണെങ്കിൽ അറിയോ? ഒരു കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല. അതിനു മുമ്പ് നേരത്തെ പറഞ്ഞ വാചകം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഈ മലയുടെ ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുമെന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും. അതിനുള്ള വിശ്വാസം ഉണ്ടാകണമെന്നർത്ഥം.
പിന്നെ രണ്ടാമത്തെ വിടാൻ പ്രവചനം, ഇവിടെയാണ് ഞാൻ പറഞ്ഞത് നികുതിയെക്കുറിച്ചുള്ള ഒരു കാര്യമുണ്ട്. പത്രോസ് ചൂണ്ടിയിട്ട് പിടിച്ചു കൊണ്ടുവന്ന മീൻ, അതിൻ്റെ വായിൽ ഒരു നാണയം, ഒരു ഷെക്കൽ നാണയമായിരിക്കും. കാരണം റോമക്കാർ യഹൂദരിൽ നിന്ന് പിടിച്ചിരുന്നത് ദേവാലയ സംരക്ഷണത്തിന് വേണ്ടി പിരിച്ച നികുതി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് 1/2 ഷെക്കലാണ്. അതുകൊണ്ട് പത്രോസിനും യേശുവിനും വേണ്ടി കിട്ടിയ ഒരു നാണയം. ഒട്ടും കൂടുതൽ പത്രോസ് കുറച്ച് കൂടുതൽ മാറ്റി വെച്ചു എന്നല്ല, കൃത്യമായിട്ട് നികുതി കൊടുക്കാനുള്ളത് മാത്രമേ യേശു കൊടുത്തിട്ടുള്ളൂ. സമ്പാദിക്കാനുള്ളതല്ല, മറിച്ച് ജീവിക്കാനുള്ളത് യേശു പത്രോസിന് കൊടുക്കുന്നു. ഇനി 18-ാമത്തെ അധ്യായം നമുക്കറിയാം, അത് സഭാത്മ പ്രബോധനമാണ്. നമ്മൾ ആ അധ്യായം വിട്ടുകളയുന്ന വീണ്ടും പിന്നീട് അതിലേക്ക് വരും. 19-ാമത്തെ അധ്യായത്തിൽ വീണ്ടും നമ്മൾ കാണുക 19, 20, 21, 22, 23 അധ്യായങ്ങള് യുഗാന്ത പ്രബോധനത്തിന് മുന്നോടിയായിട്ടുള്ള ഭാഗങ്ങളാണ്. ഇവിടെ കാണുന്ന സവിശേഷത എന്ന് പറഞ്ഞാൽ എല്ലാ പാരഗ്രാഫിലും സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ട യോഗ്യതകളെ കുറിച്ച് അല്ല അതിനെക്കുറിച്ച് പറഞ്ഞു. വെറും സ്വർഗരാജ്യത്തെ കുറിച്ച്, അതിൽ പ്രവേശിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വെക്കുക. ഞാൻ ഒരിക്കലും 19-ാം അധ്യായം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു ദർശനം, ഒരു ഉൾക്കാഴ്ച ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. സഭയില് ഈ സന്യാസം സ്വീകരിക്കുന്നവര്, പുരോഹിതര്, സന്യസ്തരൊക്കെ വ്രതങ്ങൾ എടുക്കാറുണ്ട്. ഈ വ്രതങ്ങൾ എവിടെ നിന്ന് വന്നെന്ന് ചോദിച്ചാൽ സത്യത്തിൽ ആർക്കും ഉത്തരമില്ല. സുവിശേഷം കാച്ചി കുറുക്കിയപ്പോൾ കിട്ടിയതാണ് ഈ വ്രതങ്ങൾ എന്ന് പലരും പറയും. പക്ഷെ അങ്ങനെയാണ് യാദൃശ്ചികമായിട്ട് ഒരു ദിവസം ഞാൻ ഈ ഭാഗങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തലയിലേക്ക് കയറി വന്നൊരു ചിന്ത, ഈ 19-ാം അധ്യായത്തില് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ ഇതല്ലേ? എന്താണ് 19-ാം അധ്യായത്തിൽ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങള്? സ്വർഗരാജ്യത്ത് പ്രവേശിക്കേണ്ട ശിഷ്യനുണ്ടാക്കേണ്ട ഗുണങ്ങളെ കുറിച്ചാണ്. ആദ്യത്തെ കാര്യം എന്താണെന്ന് അറിയോ? വിവാഹമോചനത്തെ കുറിച്ചുള്ള ചർച്ചയിൽ നിന്നാണ് ആരംഭിക്കുക. എന്നിട്ട് ചർച്ച എവിടെ നിന്ന് അവസാനിക്കുമെന്ന് അറിയോ? 11-ാമത്തെ വാചകം നോക്കുക. കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. ഷണ്ഡരായി ജനിക്കുന്നവരുണ്ട്, മനുഷ്യരെ ഷണ്ഡരാക്കപ്പെടുന്നവരുണ്ട്, സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ഡരാക്കുന്നവരുണ്ട്. ഗ്രഹിക്കാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ. വിവാഹ ജീവിതത്തിലെ വിവാഹമോചനത്തെ കുറിച്ച് പറഞ്ഞു വെക്കുമ്പോൾ ശിഷ്യന്മാര് 10-ാമത്തെ വാദത്തിൽ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഭാര്യ ഭർത്തൃ ബന്ധം ഇത്തരത്തിലുള്ളതെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ ഭേദം. അപ്പോഴാണ് യേശു ഇക്കാര്യം പറയുക, കൃപ ലഭിച്ചവര് അതനുസരിച്ച് ജീവിക്കണം. ചിലർക്ക് വിവാഹ ജീവിതത്തിലെ കൃപയാകാം, ചിലർക്ക് മറ്റു വിധത്തിലുള്ള കൃപകളാകാം. അതുകൊണ്ട് 3 തരത്തിലുള്ള ഷണ്ഡന്മാരെ കുറിച്ച് പറഞ്ഞു വെക്കുന്നു. 3-ാമത്തെ കൂട്ടത്തിൽ സ്വർഗരാജ്യത്തെ പ്രതി ഷണ്ഡരാക്കുന്നവരുണ്ട് എന്ന് പറയുമ്പോൾ അതിനർത്ഥം that doesn't mean they are physically mutilated. അപ്പസ്തല പ്രവർത്തനം 8-ാം അധ്യായം നമ്മൾ കാണുന്ന ഷണ്ഡനുണ്ട്, ഈജിപ്തുകാരനായ ഷണ്ഡൻ. പലരും അവനെ ഈ തരത്തിലാണ് വ്യാഖ്യാനിച്ച് വെച്ചിട്ടുള്ളത്. പക്ഷേ നിയമാവർത്തന പുസ്തകത്തിന്റെ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ അംഗവിഹീനായ ഒരു വ്യക്തി ജെറുസലേം ദേവാലയത്തെ ആരാധിക്കാൻ വരില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാര് പറയുക, ഫിസിക്കലി മ്യൂട്ടിലേറ്റഡ് അല്ലാതെ തന്നെ ഷണ്ഡരെ പോലെ ജീവിക്കുന്നവരുണ്ട്, സ്വയം ഷണ്ഡരാക്കപ്പെടുന്നവരുണ്ട്. എന്ന് വെച്ചാൽ ജീവിതം കൊണ്ട് ഷണ്ഡരെ പോലെ ജീവിക്കുന്നവര്. അപ്പോൾ സ്വർഗരാജ്യത്തെ പ്രതിയാണ് അങ്ങനെ ചെയ്യുക. 2-ാമത്തെ ഭാഗം എന്താണെന്ന് അറിയോ? ശിശുക്കളെ അനുഗ്രഹിക്കുന്നു എന്നാണ് POC ബൈബിൾ കൊടുത്തിരിക്കുന്നത് സബ് ടൈറ്റില്. എന്താണ് അതിന്റെ അർത്ഥം? അനുസരണത്തിന്റെ പ്രതീകമാണ്. ശിശു എപ്രകാരമാണോ തന്റെ പിതാവിനെയും മറ്റുള്ളവരെയും അനുസരിക്കുക, അവിടെ ശിശു മനോഭാവമുള്ളവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. 3-ാമത്തെ എന്താണെന്ന് അറിയോ? ദാരിദ്ര്യത്തെ കുറിച്ചാണ്. ധനികനായ യുവാവിന്റെ കഥയാണ് പറഞ്ഞു തുടങ്ങുക. വേണമെങ്കിൽ POC ബൈബിളിലെ ഈ സബ്ജക്റ്റ് എല്ലാം മാറ്റി മറിച്ച് കൊടുക്കാവുന്നതാണ്, മാറ്റി എഴുതാവുന്നതാണ്. ഇത്തരത്തിൽ ബന്ധിപ്പിക്കുന്നില്ല എങ്കിൽ ഈ പാരഗ്രാഫുകൾക്ക് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാകില്ല. പക്ഷേ ഈ പാരഗ്രാഫ് ഉള്ളിലൂടെ പോകുന്ന ഈ ഒരു നൂൽ ബന്ധം നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് സുവിശേഷം രചിച്ചവന്റെ ആ മഹാബുദ്ധി, ആ ജ്ഞാനം നമ്മൾ തിരിച്ചറിയുക. ഇന്ന് മനോഹരമായിട്ടാണ് ഓരോ സംഭവങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് 19-ാം അധ്യായത്തിൽ പറഞ്ഞു വെക്കുക. കാരണം ധനികനായ യുവാവിനെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനം പറയുന്നത് എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക.
കാരണം ധനവാന് ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. ഒട്ടകം ശുചിക്കുള്ളിലൂടെ കിടക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണത്. അവിടെ പത്രോസ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ശിഷ്യന്മാര്, രക്ഷപ്പെടാൻ ആർക്ക് സാധിക്കും? യേശു പറയുന്ന ഉത്തരം എന്താണെന്നറിയോ? മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? നോക്കിയാൽ ശിഷ്യന്മാരുടെ തലച്ചോറിനകത്ത് ഇപ്പോഴും മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങളോടെയാണ് യേശുവിന് പിറകെ പോകുന്നത്. ഞാനിവിടെ ചെറിയ സംഭവം ഓർക്കുകയാണ്. ഞാൻ പുറത്തൊരു മിഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് കമ്മ്യൂണിയൻ കഴിഞ്ഞ കുട്ടികളെ ഞാൻ സാധാരണ ഓൾട്ടർ സെർവൻസ് ആയിട്ട് ബോയ്സും ഗേൾസും അവരെ ക്ഷണിക്കാറുണ്ട്. അപ്പൊ ഞാൻ അവർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും. ഒരു കൊച്ചുകുട്ടി ചോദിച്ചു, ജോൺസൺ, ഞങ്ങൾക്ക് എന്ത് കിട്ടും? കുർബാനയ്ക്ക് കൂടാൻ വന്നാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും? ആൾക്കാരെ ശുശ്രൂഷിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും? പെട്ടെന്ന് എനിക്ക് ഉത്തരം പെട്ടെന്ന് വന്നില്ല. ഞാൻ ഉടനെ എൻ്റെ തലച്ചോറിൽ കുറച്ച് സെക്കൻഡ് കഴിയുമ്പോൾ വന്നു. ഞാൻ പറഞ്ഞു, നിന്റെ അമ്മച്ചി നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നു, നിന്റെ മുറി ക്ലീൻ ചെയ്തെല്ലാം വൃത്തിയാക്കി തരുന്നു, നിന്റെ ഡ്രസ്സ് അലക്കുന്നു, നിനക്ക് വേണ്ടതെല്ലാം വാങ്ങിച്ചു തരുന്നു. നീ എത്ര കൂലിയാണ് അമ്മച്ചി കൊടുക്കുന്നത്? നോക്കിയാൽ നമ്മുടെ ഒക്കെ ചിന്തയിൽ വരാം, ഞാൻ പള്ളിയിൽ പോയി എനിക്ക് എന്ത് കിട്ടും? ഞാൻ സംഘടനയെ പ്രവർത്തിച്ച് എനിക്ക് എന്ത് കിട്ടും? ഞാൻ യേശുവിനെ പിറകെ പോയി എനിക്ക് എന്ത് കിട്ടും? വി ആർ ലുക്കിംഗ് ഫോർ ദ മെറ്റീരിയൽ റിവാർഡ്സ്. യേശു പറയുന്ന ഉത്തരം എന്താണെന്നറിയോ? 2 കാര്യങ്ങളാണ്. നിങ്ങൾ നഷ്ടപ്പെടുത്തിയതിനെല്ലാം പകരമായിട്ട് ഈ ഭൂമിയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും, 100 ഇരട്ടി ലഭിക്കും. നിത്യജീവനും അവകാശമാക്കും. 29ാമത്തെ വാചകം, എന്നെ പ്രതിയാണ് നിങ്ങൾ ഇതെല്ലാം ഉപേക്ഷിച്ചെങ്കിൽ നിങ്ങൾക്ക് 100 ഇരട്ടി ലഭിക്കും, നിത്യജീവനം ലഭിക്കും. അവിടെ 19ാമത്തെ അധ്യായത്തിലെ 3 പാരഗ്രാഫുകള് ഒറ്റപ്പെട്ട തുരുത്തുകളായിട്ട് കാണാതെ ഈ അടിസ്ഥാന സുവിശേഷ വ്രതങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ന് സ്വർഗരാജ്യത്ത് പ്രവേശിക്കാൻ ശിഷ്യന് വേണ്ട അടിസ്ഥാന ഗുണങ്ങളായിട്ട് കാണാമെങ്കിൽ ഈ സുവിശേഷ വ്രതങ്ങളാണ് അവയുടെ ഉള്ളടക്കം. പിന്നീട് നമ്മൾ കാണുക 20 മുതൽ അധ്യായം കാണുക ചില ഉപമകളാണ്. ഇതിന് ഉപമകളുടെ അർത്ഥം എത്രയേ ഉള്ളൂ? സ്വർഗരാജ്യം പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ ദാനമാണ്. നോബഡി ക്യാൻ ക്ലെയിം ഇറ്റ്. പല മണിക്കൂറിൽ ജോലിക്കാരെ വിളിക്കുന്ന ആ യജമാനൻ, എന്നിട്ട് എല്ലാ ജോലിക്കാർക്കും ഒരേ കൂലി കൊടുക്കുന്ന യജമാനൻ. അതിനർത്ഥം എന്താണ്? ദൈവം തൻ്റെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടതുപോലെ തൻ്റെ സ്വത്തുക്കൾ, കൃപകൾ ദാനം ചെയ്ത് കൊടുക്കുന്നു. 15ാമത്തെ വാചകം നോക്കിയാൽ, എൻ്റെ വസ്തുവകകൾ കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നോ? ഞാൻ നല്ലവനായത് കൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു? സ്വർഗരാജ്യം എന്ന് പറയുന്നത് നമ്മളുടെ പ്രവൃത്തികളുടെ ഫലമായിട്ട് നമ്മൾ നേടിയെടുക്കുന്നതല്ല, മറിച്ച് പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ കൃപയാണ്, ദാനമാണ്. ആ അത്തരത്തിൽ വേണം നമ്മൾ അതിനെ സ്വീകരിക്കാൻ, ആസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. പിന്നീട് നമ്മൾ 3ാമത്തെ പീഡാനുഭവ പ്രവചനം കഴിയും. അതിനുശേഷം നമ്മൾ ഓർക്കണം, ഈ പീഡാനുഭവ പ്രവചനങ്ങളെ കുറിച്ചെല്ലാം വായിച്ചു പോകുമ്പോഴും ഇത്രയും സംഭവങ്ങളെല്ലാം കഴിഞ്ഞു പോകുമ്പോൾ, ഇത്രയും പഠനങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴും 20ാമത്തെ അധ്യായത്തിന് അവസാനം വന്നിട്ട് പോലും ശിഷ്യന്മാരുടെ വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറക്കുന്നില്ല. സെബദിപുത്രന്മാരുടെ സംഭവം അതാണ് കാണിക്കുക. പത്രോസ് ചോദിച്ചത് എനിക്ക് എന്ത് കിട്ടുമെന്ന്. സെബദിപുത്രന്മാരുടെ അമ്മ ചോദിക്കുക അങ്ങനെ തന്നെയാണ്, എൻ്റെ മക്കളെ എടുത്തും വലത്തും ഇരുത്താൻ നീ മനസ്സാകണം. ഇത് നമ്മുടെ രാഷ്ട്രീയത്തിലായാലും നമ്മുടെ സ്ഥാപനങ്ങളിലായാലും നമ്മുടെ ഏത് മേഖലയും കാണുന്ന സംഗതിയാണ്. തൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം കിട്ടണം. അമ്മയുടെ ആഗ്രഹം വളരെ ന്യായമാണ്. അവിടെ യേശു ഉത്തരം ഇങ്ങനെ തന്നെയാണ്, ഇത് ആർക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അവർക്കുള്ളതാ. അതിനുശേഷം 20ാമത്തെ അധ്യായം അവസാനിക്കുക അന്ധർക്ക് കാഴ്ച നൽകുന്ന സംഭവം പറഞ്ഞുകൊണ്ട്. 2 അന്ധന്മാർക്ക് കാഴ്ച കൊടുക്കുന്ന സംഭവം. എന്താണ് അതിന്റെ അർത്ഥം? ഈ അത്ഭുത വിവരങ്ങളൊന്നും അത്ഭുതങ്ങൾക്ക് വേണ്ടിയല്ല പറഞ്ഞു വെക്കുക. ഇതെല്ലാം ശിഷ്യന്മാർക്കുള്ള ചില പഠനങ്ങൾ. ശിഷ്യന്മാരുടെ കണ്ണുകൾ ഇപ്പോഴും തുറന്നിട്ടില്ല. ദാവീദിന്റെ പുത്രൻ ഞങ്ങളെ കനിയണമേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു. എന്നിട്ട്
അവരുടെ ആവശ്യം എന്താണെന്നറിയാം? കർത്താവ് ഞങ്ങൾക്ക് കണ്ണുകൾ തുറന്നു കിട്ടണം. അവൻ സ്പർശിച്ചു, അവർക്ക് കാഴ്ച കിട്ടി, അവരും അവനെ അനുഗമിച്ചു. നോക്കിയേ, ക്രിസ്തു ശിഷ്യരെ പോലെ ഈ അന്ധരായിരുന്ന വ്യക്തികൾ അവനെ അനുഗമിച്ചു, അവരെ കണ്ണു തുറന്ന് കാഴ്ച കിട്ടി. സീയിങ് ഈസ് ഈക്വൽ ടു ബിലീവിങ്. യേശുവിനെ ശരിയായ രീതിയിൽ കണ്ടിട്ടുള്ളവരെല്ലാം യേശുവിന്റെ ശിഷ്യരായിട്ട് യേശുവിന്റെ വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ട്. യേശു നമുക്ക് പല വിധത്തിൽ കാണാൻ സാധിക്കും. ഞാൻ യേശുവിനെ എപ്രകാരമാണ് യഥാർത്ഥത്തിൽ കണ്ടുമുട്ടുന്നത്, ആ കാഴ്ച അനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതം. ഞാൻ യേശുവിന്റെ പിറകെയാണോ പോകുന്നത്? അവരും അവനെ അനുഗമിച്ചു. മുമ്പേ പോകുന്ന ഗുരുവിനെ പോലെ ജീവിതം കൊണ്ട് നേരെ പിറകെ പോകാൻ സാധിക്കുന്നവരാണ് ക്രിസ്തു ശിഷ്യൻ. 21-ാമത്തെ അധ്യായം മുതൽ നമ്മൾ കാണുക, യേശു ജെറുസലേമിലേക്കുള്ള യാത്രയിലാണ്. ഈ യാത്ര ഓൾറെഡി ആരംഭിക്കുന്നത് 19-ാമത്തെ അധ്യായത്തിലാണ്. ഈ വാക്കുകൾ അവസാനിപ്പിച്ച ശേഷം യേശു ഗലീലി വിട്ട് യോർദാൻ അക്കരെ യൂദയായുടെ അതിർത്തിയിലെത്തി. യേശു സാവധാനം ജെറുസലേമിൽ നീങ്ങുകയായി. 21-ാമത്തെ അധ്യായം വരുമ്പോൾ അവൻ ജെറുസലേമിനെ സമീപിക്കവേ. ഇവിടെ നമ്മൾ കാണുക ജെറുസലേം പ്രവേശനമാണ്. ഇവിടെ ജനങ്ങളെല്ലാം യേശുവിന് ദാവീദിന്റെ പുത്രൻ എന്ന് പാടിക്കൊണ്ട് യേശു പ്രകീർത്തിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് പ്രവേശിക്കും. ആ ഭാഗങ്ങളൊന്നും ഞാൻ വ്യാഖ്യാനിക്കാൻ പോകുന്നില്ല. ദേവാലയ ശുദ്ധീകരണം കഴിയുമ്പോൾ മറ്റൊരു കൂട്ടര് യേശുവിന് ശത്രുക്കളായിട്ട് തീരും. ആരാണെന്നറിയോ? അത് പുരോഹിതന്മാരാണ്. ഈ ദേവാലയത്തിന്റെ പരിസരത്താണ് യേശു ശിശുമാരെ പഠിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയോ? അത്തിവൃക്ഷത്തെ ശപിച്ചുകൊണ്ട് അവിടെയും മറ്റ് കടലിൽ ചെന്ന് വീഴുന്ന മലയെക്കുറിച്ച് പറയും. നോക്കിയേ, 21-ാമത്തെ വാചകം, സത്യമായി ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ വിശ്വസിക്കുകയും സംശയിക്കാതിരിക്കുകയും ചെയ്താൽ ഈ അത്തിവൃക്ഷത്തോട് ഞാൻ ചെയ്തത് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക. ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും. അസാധ്യമായിട്ട് ഒന്നും ഉണ്ടാകില്ല എന്നർത്ഥം. യേശുവില് ആഴത്തില് ശരിയായ രീതിയിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. 22-ാമത്തെ വാചകം, ഇവിടെയാണ് പുരോഹിതന്മാർ യേശുവിനോട് ചോദിക്കുക, ഇതൊക്കെ ചെയ്യാൻ നിനക്ക് ആരാ അധികാരം തന്നിട്ടുള്ളത്? യേശു അതിന് മറുപടി ഒന്നും പറയുന്നില്ല. വീണ്ടും യേശു ഈ യഹൂദര് യേശുവിനെ തിരസ്കരിക്കുന്ന പശ്ചാത്തലത്തിൽ വീണ്ടും ഒരു ഉപമ പറയുക, 2 പുത്രന്മാരുടെ ഉപമ. ഞാൻ ഇപ്പൊ പൊക്കോളാം എന്ന് പറഞ്ഞ പുത്രൻ പോകുന്നില്ല. പോകാൻ വിസമ്മതിച്ച പുത്രൻ കുറച്ചു കഴിയുമ്പോൾ മനസ്സ് മാറി പോകുന്നു. ഇത് യഹൂദരുടെയും വിജാതിയുടെയും 2 പ്രതീകങ്ങളാണ് ഈ 2 മക്കള്. എന്നിട്ട് അവസാനം പറയും, 32 വാചകം നോക്കുക, യോഹന്നാൻ നിങ്ങളുടെ അടുക്കൽ വന്നു, മനുഷ്യപുത്രൻ വേറെ രീതിയിൽ വന്നു. 2 സ്വഭാവക്കാരായിരുന്നു. 2 കൂട്ടരും നിങ്ങൾ വിശ്വസിച്ചില്ല. വിശ്വസിക്കാതിരിക്കാൻ ഓരോ കാരണങ്ങൾ നിങ്ങൾ കണ്ടെത്തി. ഇതിന് മുമ്പും വന്നിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട് നേരത്തെ 11-ാമത്തെ അധ്യായത്തിൽ. അതിനുശേഷം മുന്തിരിത്തോട്ട കൃഷിക്കാരുടെ ഉപമ വളരെ വ്യക്തമായിട്ട് പറയുന്നത് യഹൂദർ യേശുവിനെ തിരസ്കരിക്കുന്നതാണ്. അങ്ങനെയാണ് ഈ ദൈവരാജ്യം അവരിൽ നിന്ന് എടുത്ത് വിജാതിർക്ക് കൊടുക്കുക. ഇനി 22-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ വിവാഹ വിരുന്ന് ഒരുക്കി വെച്ച ദൈവരാജ്യത്തിന്റെ പ്രതീകമാണ്, സ്വർഗരാജ്യത്തിന്റെ പ്രതീകമാണ്. അവിടെ എന്താണ്? യഹൂദരെ തിരസ്കരിച്ചെങ്കിലും വളരെ വിശാലമായ രീതിയിൽ ക്ഷണപത്രം അയക്കാൻ രാജാവ് ഉദ്ദേശിക്കുകയാണ്. സ്വർഗരാജ്യം തന്നെ പുത്രന് വേണ്ടി വിവാഹ വിരുന്നൊരുക്കിയ രാജാവിന് സദൃശ്യം. അങ്ങനെ അവൻ വളരെ വിശാലമായ ജനക്കൂട്ടത്തെ ക്ഷണിച്ചു വരുത്താൻ ഉദ്ദേശിക്കുകയാണ്. പക്ഷെ അവിടെയും ഓരോരുത്തരൊരു മണ്ടത്തരം ചെയ്ത്. എന്താണെന്നറിയോ? ഇത്രയും വില മതിപ്പുള്ള ഈ ക്ഷണം കിട്ടിയിട്ട് അല്പം പോലും ഒരുക്കമില്ലാതെ അതിനകത്ത് കടന്നുകൂടി എന്നുള്ളത്. നമ്മൾ ഏതെങ്കിലും വലിയൊരു പരിപാടിക്ക് ക്ഷണിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനർഹമായ രീതിയിൽ അവിടെ പ്രവേശിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത്തരത്തിൽ നമ്മൾ പോകുന്നില്ല എങ്കിൽ അതിനർത്ഥം നാം ആ ക്ഷണത്തെ, ആ ദാനത്തെ ഒട്ടും വിലമതിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഏത് ജീവിതാവസ്ഥ എടുത്തു നോക്കിയാലും അതിന് അർഹമായ രീതിയിലല്ല നമ്മൾ പെരുമാറുന്നതെങ്കിൽ, ജീവിക്കുന്നതെങ്കിൽ അതിനർത്ഥം ആ ദൈവവിളിയെ, ആ ജീവിത അന്തസ്സിനെ നമ്മൾ വേണ്ട രീതിയിൽ മാനിക്കുന്നില്ല എന്നുള്ളതാണ്.
ഇനി അവിടെ സീസർ നീതി കൊടുത്തതിനെ കുറിച്ച് അടുത്ത പരാതികളുണ്ട്. യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ്. യേശു കൊടുക്കുന്ന ഉത്തരമുണ്ട് കൃത്യമായിട്ട്. പിന്നെ പുനരുത്ഥാനത്തെ കുറിച്ചുള്ള സദുക്കാരുടെ പ്രശ്നമുണ്ട്. അതിനെല്ലാം യേശു ഉത്തരം കൊടുത്തു കഴിയുമ്പോൾ അവസാനമായിട്ട് 41-ാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുക, എതിരാളികളല്ല യേശുവിനോട് ചോദ്യം ചോദിക്കുക, മറിച്ച് യേശു തിരിച്ചാണ് ചോദ്യം ചോദിക്കുക. എന്താണ് ചോദ്യം എന്നറിയോ? ഇത്രയും നേരം നിങ്ങൾ എന്നോടല്ലേ ചോദിച്ചുകൊണ്ടിരുന്നത്, ഇനി ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കും. ഇവിടെ ഏറ്റവും അവസാനത്തെ സംഭവമാണിത്. ഈ 11-ാം അധ്യായത്തിൽ തുടങ്ങിയ ആ എതിരാളികൾ യേശു തമ്മിലുള്ള ഈ തർക്കങ്ങളിൽ അവസാനത്തേതാണിത്. എന്താണ് യേശുവിന്റെ ചോദ്യം? ഫരിസേയർ ഒരുമിച്ച് കൂടിയപ്പോൾ യേശു അവരോട് ചോദിച്ചു. ഇതുവരെ എല്ലാവരും യേശുവിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു. നിങ്ങൾ ക്രിസ്തുവിനെ പറ്റി എന്ത് വിചാരിക്കുന്നു? അവൻ ആരുടെ പുത്രനാണ്? ദാവീദിന്റെ എന്ന് അവർ മറുപടി പറഞ്ഞു. അവൻ ചോദിച്ചു, അങ്ങനെയെങ്കിൽ ദാവീദ് ആത്മാവിനെ പ്രചോദനായി അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? ഇവിടെയാണ് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ 1-ാമത്തെ അധ്യായം 1-ാം വാക്യം വിശദീകരിച്ചു നിങ്ങൾ പറഞ്ഞ കാര്യം വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുക. ദാവീദിന്റെ പുത്രൻ എന്ന് യേശുവിനെ വിളിക്കുന്നത് അക്കാലത്ത് മെസ്സിയ പ്രതീക്ഷയുടെ പശ്ചാത്തലത്തിലാണ്. വരാനിരിക്കുന്ന രക്ഷകന് ജനം കൊടുത്ത ഒരു ടൈറ്റിലാണ് ദാവീദിന്റെ പുത്രൻ എന്നുള്ളത്. ഇവിടെ 1-ാമത്തെ അധ്യായം വംശാവലിയുടെ അവസാനം ഞാൻ പറഞ്ഞു, യേശു സത്യത്തിൽ ദാവീദിന്റെ വംശത്തിൽ ജനിച്ചവനല്ല, ജോസഫാണ് ദാവീദിന്റെ വംശത്തിൽപ്പെട്ടവൻ. എന്താണ് യേശു നിഷേധിക്കുന്നത്? യേശുവിടെ നിഷേധിക്കുന്നുമില്ല, അതേസമയം അത് സ്വീകരിക്കുന്നുമില്ല. ജീസസ് ഈസ് നോട്ട് ദ ബയോളജിക്കൽ സൺ ഓഫ് ഡേവിഡ്, but at the same time whatever they apply to the son of David, that is Jesus. ദാവീദിന്റെ പുത്രൻ എന്നുള്ള പ്രതീക്ഷയിൽ എന്തെല്ലാം കാര്യങ്ങളാണോ ആ ജനം അർപ്പിച്ചിരുന്നത്, അതുകൊണ്ട് എന്താണോ മനസ്സിലാക്കിയിരുന്നത്, അത് യേശുവാണ്. അതുകൊണ്ട് ഒരേ സമയം യേശു ദാവീദിന്റെ പുത്രനാണ്, ദാവീദിന്റെ പുത്രനല്ല. ഇവിടെ യേശു ഡിറക്റ്റ് ആയിട്ട് അല്ല എന്ന് അതെന്നല്ല പറയുക. നൗ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ദാവീദ് തന്നെ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നു. കർത്താവിന്റെ അരുളി ചെയ്ത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നിന്റെ വലത്ത് ഭാഗത്ത് ഭൂഷിഷ്ടനാകുക. ദാവീദ് അവനെ കർത്താവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ അവൻ അവന്റെ പുത്രനാകുന്നത് എങ്ങനെ എന്നാണ് യേശു പറയുക. എന്നിട്ട് നോക്കിയാൽ ഈ തർക്കങ്ങളെല്ലാം അവസാനത്തെ കൺക്ലൂഷൻ എന്താണെന്നറിയോ? അന്ന് മുതൽ അവനോട് എന്തെങ്കിലും ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. ഇവിടെ ഈ കോൺട്രവേഴ്സീസ്, ഈ ഒപ്പോസിഷൻസ് എല്ലാം അവസാനിക്കുകയും എന്നിട്ട് ഇതിന് തുടർച്ചയായിട്ട് 23-ാമത്തെ അധ്യായത്തിൽ യേശു ഫരിസേയരുടെയും നിയമജ്ഞരുടെയും എല്ലാം കാപട്യത്തെ പൊളിച്ചടക്കുകയും ഓരോ കൊച്ചു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഫരിസേയരെ നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം എന്ന് പറഞ്ഞ് പോവുകയും അതിനുമുമ്പ് ശിഷ്യന്മാർ കൊടുക്കുന്ന വാണിംഗ് കൊണ്ട് ഇവർ പറയുന്നതൊക്കെ നിങ്ങൾ അനുസരിച്ച്, പക്ഷെ ഇവർ ചെയ്യുന്നതൊന്നും നിങ്ങൾ ചെയ്തേക്കരുത്. 3-ാമത്തെ വാചകം നോക്കിയാൽ, അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവേൻ, എന്നാൽ അവർ പ്രവർത്തികൾ നിങ്ങൾ അനുകരിക്കരുത്. അവർ പറയുന്നു എന്നാൽ പ്രവർത്തിക്കുന്നില്ല. അവർ ഭാരമുള്ള ചുമടുകൾ നിങ്ങളുടെ തലയിൽ വെച്ച് കെട്ടുന്നു, സഹായിക്കാൻ ചെറുവിരൽ അനക്കുന്നു പോലുമില്ല. മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം ചെയ്യുക. ദിസ് ഈസ് വാട്ട് വി കോൾ ദ ഹിപ്പോക്രസി, ദ ഫരിസൈസ്. ഇതിനെയാണ് ആരംഭം മുതലേ യേശു എതിർക്കുക. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ്, മറ്റുള്ളവരെ കാണണമെന്ന് കരുതിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ 5-6 അധ്യായങ്ങൾ കണ്ടു. ഇതാണ് ഫരിസേയത്വം എന്ന് പറഞ്ഞ് പിന്നീട് നമ്മൾ ഒത്തിരി കാര്യം പറഞ്ഞു പോകും. ഇനി 24-25 അധ്യായങ്ങൾ നമ്മൾ കണ്ട എസ്കത്തോൾക്ക യുഗാന്തോന്മുഖ പ്രബോധനമാണ്. പിന്നീട് പാഷൻ നാരേറ്റീവ്, യേശു പീഡാനുഭവ വിവരണങ്ങളാണ്. ഇന്നത്തെ ക്ലാസ് നമ്മളോട് അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് സമയം കിട്ടുന്നതനുസരിച്ച് 11 മുതലുള്ള അധ്യായങ്ങൾ ഒന്ന് മറച്ചു നോക്കുക. കൃത്യമായ ഘടനയോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. യേശുവിന്റെ പീഡാനുഭവത്തിലേക്കുള്ള വഴിയൊരുക്കുന്നതാണ് 11-ാമത്തെ അധ്യായം മുതലുള്ള ഈ എതിർപ്പുകളും യേശുവിനോടുള്ള ശത്രുക്കളുടെ പ്രതികരണങ്ങളുമെല്ലാം. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ.